ഓക്കെ. അപ്പം പൊല്യൂഷനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ പൊല്യൂഷൻ എന്ന് പറയുമ്പം അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? നമുക്കറിയാം. ഇപ്പൊ ഹ്യൂമൻ പോപ്പുലേഷൻ സൈസ് ഒക്കെയും എന്താണ് കൂടിക്കൊണ്ടിരിക്കുന്ന സമയമാണിപ്പം. അപ്പം ഈ പൊല്യൂഷൻ ഉണ്ടാകാൻ കാരണം തന്നെ ഈ ഹ്യൂമൻ പോപ്പുലേഷൻ സൈസ് കൂടുന്നത് കൊണ്ടാണ്. ഇനി ഇപ്പം നമ്മള് ഹ്യൂമൻ പോപ്പുലേഷൻ സൈസ് കൂടുമ്പോ എങ്ങനെയാണ് പൊല്യൂഷൻ ഉണ്ടാകുന്നത് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കാം. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതായത് ഫുഡ്, വാട്ടർ, ഹോം, ഇലക്ട്രിസിറ്റി, റോഡ്സ്, ഓട്ടോമൊബൈൽസ്, അതുപോലെ ന്യൂമറസ് അതർ കമ്മോഡിറ്റീസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ. അപ്പോൾ നമ്മൾ ഒരാൾ മാത്രമല്ല, നമുക്കറിയാം ഒരുപാട് ഹ്യൂമൻസ് അല്ലെങ്കിൽ ഹ്യൂമൻ പോപ്പുലേഷൻ സൈസ് എന്ന് പറയുന്നത് അത്രയും എനോമസ് ആണ്. അപ്പൊ നമ്മളെല്ലാവരും തന്നെ ഇതുപോലുള്ള ഒരുപാട് കൊമോഡിറ്റീസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നും ഒരുപാട് പൊല്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതിലെ വേസ്റ്റും കാര്യങ്ങളൊക്കെ പൊല്യൂഷൻ കോസ് ചെയ്യുന്നുണ്ട്. ഇനി ഇങ്ങനെയാണ് പൊല്യൂഷൻ വരുന്നത്. ഇനി പൊല്യൂഷൻ എന്ന് പറയുന്നത് പല ടൈപ്പ് ഉണ്ട്. എയർ, വാട്ടർ, സോയിൽ എന്ന് പറഞ്ഞിട്ട് അത്രയും ടൈപ്പ് ഉണ്ട് പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി പൊല്യൂഷൻ എന്താണെന്ന് നോക്കാം. Pollution is any undesirable change in physical, chemical or biological characteristics of air, land, water or soil. ഇനി ഇപ്പം എയർ അല്ലെങ്കിൽ ലാൻഡ്, വാട്ടർ, സോയിൽ അതിനൊക്കെയും വരുന്ന കെമിക്കൽ അല്ലെങ്കിൽ ഫിസിക്കൽ, ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്ന വ്യത്യാസങ്ങളാണ് എന്ത് പറയുന്നത്? പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ഏതൊക്കെ ഏജൻസ് ആണ് ഈ പൊല്യൂഷൻ കോസ് ചെയ്യുന്നത്? അതിനെ പറയുന്ന പേരാണ് പൊല്യൂട്ടൻസ് എന്ന്. ഓക്കെ. ഇനി in order to control environmental pollution, the government of India has passed the Environment Protection Act 1986 to protect and improve the quality of our environment. അതായത് ഇപ്പം നമ്മുടെ എൻവയോൺമെന്റ് പൊല്യൂഷനിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പാസ് ചെയ്തിട്ടുള്ള ഒരു ആക്ട് ആണ് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986 എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ആക്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ആക്ടിന്റെ പ്രത്യേകത ഇതുപോലെയുള്ള പൊല്യൂഷനും കാര്യങ്ങളൊക്കെ കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പൊല്യൂഷൻ കോസ് ചെയ്യുന്നവരെ പണിഷ് ചെയ്യാനും പറ്റും. ഓക്കെ. ഇനി ഏറ്റവും ഫസ്റ്റ് നമ്മൾ പറയുന്നത് എയർ പൊല്യൂഷനെ പറ്റിയിട്ടാണ്. എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് കോസ് ചെയ്യുന്നത്? ഇപ്പൊ നമുക്കറിയാം ഒരുപാട് ഇൻഡസ്ട്രീസ് നിന്ന് ഇങ്ങനെ റെസ്പിറേറ്ററി ഗ്യാസസ് അല്ലാത്ത ഒരുപാട് ഹാംഫുൾ ആയിട്ടുള്ള ഗ്യാസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തോട്ട് വിടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം നോയ്സ് എന്ന് പറയുന്നതും ഒരു പൊല്യൂഷൻ ആണ്. അപ്പോൾ നോയ്സ് ഇപ്പൊ നമ്മൾ ഒരുപാട് എന്റർടൈൻമെന്റ്സിനൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കാം. പക്ഷെ അതൊക്കെയും ഒരുപാട് പേഷ്യൻസ്, ഇങ്ങനെ ഹാർട്ട് പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെയും അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ എയർ പൊല്യൂഷൻ തന്നെയാണ് വരുന്നത്. അപ്പം ഈ എയർ പൊല്യൂഷൻ കോസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാവാം? എയർ പൊല്യൂഷൻ കോസ് ചെയ്യുന്ന പൊല്യൂട്ടൻസ് ആകാം. അതുപോലെ തന്നെ ഈ പൊല്യൂട്ടൻസിന് ഒരുപാട് ഡ്യൂറേഷൻ എക്സ്പോഷർ ഡ്യൂറേഷൻ വരുന്ന സമയത്തൊക്കെയാണ് ഇങ്ങനെയുള്ള എയർ പൊല്യൂഷൻ വഴി ഉണ്ടാകുന്ന അസുഖങ്ങൾ ഉണ്ടാകുന്നത്. ഇനി എങ്ങനെയൊക്കെയാണ് ഇങ്ങനെ എയർ പൊല്യൂഷൻ വരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് എയർ പൊല്യൂട്ടൻസ് വരുന്നത് എന്നുള്ളത് നോക്കാം. സ്മോക്ക് സ്റ്റാക്സ് ഓഫ് തെർമൽ പവർ പ്ലാന്റ്സ്, സ്മെൽറ്റേഴ്സ്, അതുപോലെ ഇൻഡസ്ട്രീസ് റിലീസ് ചെയ്യുന്ന ഒരുപാട് ഗ്യാസസ് ഉണ്ട്. അതൊക്കെയാണ് എയർ പൊല്യൂട്ടൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇപ്പം വേറെ ഇപ്പോ ഈ ഇൻഡസ്ട്രീസ് നിന്നൊക്കെയും പുറത്തോട്ട് വിടുന്ന എയർ പൊല്യൂട്ടൻസിന്റെ കൂടെ തന്നെ ഹാംലെസ് ആയിട്ടുള്ള നൈട്രജനും ഓക്സിജനും ഒക്കെയും തന്നെ ഉണ്ടായിരിക്കും. പക്ഷെ ആവശ്യമില്ലാത്ത ഹാംലെസ് ആയിട്ടുള്ള ഗ്യാസ് ആയാൽ പോലും അതൊക്കെയും ആവശ്യമില്ലാത്തതായിട്ട് തങ്ങി നിൽക്കുമ്പോൾ അതെന്താണ്? ഒരു പൊല്യൂഷൻ ആയിട്ട് തന്നെയാണ് അത് കോസ് ചെയ്യുന്നത്. ഇനി ഇപ്പൊ ഈ പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒന്നാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പ്രിസിപ്പിറ്റേറ്റർ. ഓക്കെ. ഇലക്ട്രോസ്റ്റാറ്റിക് പ്രിസിപ്പിറ്റേറ്റർ. ഇപ്പൊ നമ്മളിപ്പോ LSGSന്റെ ആ ഒരു വ്യൂവിൽ വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ നമ്മൾ ഇത് ഡിസ്ക്രൈബ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എന്തൊക്കെയാണെന്നുള്ളത് ഇപ്പൊ ആക്ട്, അങ്ങനെ റൂള് കാര്യങ്ങളൊക്കെയാണ് കുറച്ചും കൂടി കൂടുതലായിട്ട് പഠിക്കേണ്ടത്. അപ്പൊ അങ്ങനെയുള്ളതാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇത്രയാണ് ഈ ഒരു ഏരിയന്ന് നോക്കി വെക്കാനുള്ളത്. ഇനി ഇപ്പം നമുക്കറിയാം വേറെ വരുന്ന എയർ പൊല്യൂഷൻ കോസ് ചെയ്യുന്ന വേറെ ഒരു ഇതുപോലെയുള്ള പൊല്യൂട്ടന്റ് ആണ് ഓട്ടോമൊബൈൽസ് നിന്നും വരുന്ന അറ്റ്മോസ്ഫറിക് പൊല്യൂഷൻ. ഇപ്പൊ മെട്രോ സിറ്റീസിലൊക്കെയാണ് ഈ ഓട്ടോമൊബൈൽസ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ അവിടേക്കും എയർ പൊല്യൂഷൻ കുറച്ച് കൂടുതലാണ്.
ഓക്കെ, ഇപ്പം എയർ പൊല്യൂഷൻ കോസ് ചെയ്യുന്ന വേറൊരു റീസൺ ആണ് ഈ ഓട്ടോമൊബൈൽസ് എന്നുള്ള ഒരുപാട് എമിഷൻസ്, പോയിസണസ് ഗ്യാസ് വരെ എമിറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇനി in India, the Air Prevention and Control of Pollution Act came into force in 1981, but was amended in 1987 to include noise as an air pollutant. അപ്പൊ നമ്മൾ ഈ എയർ പൊല്യൂഷൻ പറയുന്ന സമയത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ നോയ്സ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ എന്റർടൈൻമെന്റിനൊക്കെ യൂസ് ചെയ്യുന്ന അതായിട്ടുള്ള ബോക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിൽ നിന്നും വരുന്ന നോയ്സ് ചില പേഷ്യൻസിന് എന്താണ് ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെയുള്ളതൊക്കെയും നോയ്സും എന്താണ് എയർ പൊല്യൂഷൻ ആണെന്നാണ് പറയുന്നത്. അപ്പം ഈ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ട് ആണ് എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട്. 1981 വന്നു എന്നുണ്ടെങ്കിലും 1987 അത് അമെൻഡ് ചെയ്തത്. അപ്പൊ ആ സമയത്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ് നോയ്സും ഒരു എയർ പൊല്യൂട്ടന്റ് ആണെന്നുള്ളത്. അപ്പൊ എങ്ങനെയാണ് ഈ നോയ്സ് എയർ പൊല്യൂട്ടന്റ് ആകുന്നത്, അതുപോലെ തന്നെ എത്ര വരെയുള്ള നോയ്സ് നമുക്ക് സഹിക്കാൻ പറ്റും, അല്ലെങ്കിൽ എത്ര വരെയുള്ളത് മുതലാണ് ഇങ്ങനെ ഈ ഒരു ആക്ടിൽ പെടുന്നത് എന്നുള്ളത് നോക്കാം. ഇപ്പൊ നോയ്സ് ഈസ് അൺഡിസൈർഡ് ഹൈ ലെവൽ ഓഫ് സൗണ്ട്. അപ്പം സൗണ്ട് ഓൾറെഡി നമ്മൾ ഉണ്ടാക്കുന്നതാണ്, പക്ഷെ അതിൽ കൂടുതലായിട്ടുള്ള ഹൈ ലെവൽ ഓഫ് സൗണ്ടിങ് ആണ് നമ്മൾ നോയ്സ് എന്ന് പറയുന്നത്. നമുക്ക് അത്രയും ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ആ ഒരു ലെവൽ, ഹൈ ലെവൽ ഓഫ് സൗണ്ടിങ് ആണ് നോയ്സ് എന്ന് പറയുന്നത്. Okay, we have got used to associating loud sounds with pleasure and entertainment, not realizing that noise causes psychological and physiological disorders in humans. നമ്മൾ ഒരു പ്ലഷർ കിട്ടാൻ അതുപോലെ എന്റർടൈൻമെന്റിനൊക്കെയാണ് ഈ നോയ്സ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഹൈ ലൗഡ് സ്പീക്കേഴ്സ്, ഹൈ ലെവൽ ലൗഡ് സ്പീക്കേഴ്സ് എന്നുണ്ടെങ്കിലും നമ്മൾ അവിടെ റിയലൈസ് ചെയ്യാതെ പോകുന്ന ഒരു കാര്യമാണ് ചിലർക്കെങ്കിലും ഇതൊരു സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ ഡിസോർഡേഴ്സ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത്. ദ ബിഗർ ദ സിറ്റി, ദ ബിഗർ ദ ഫങ്ഷൻ, ദ ഗ്രേറ്റർ ദ നോയ്സ്. അപ്പം ഏറ്റവും വലിയൊരു സിറ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ ഫങ്ഷൻസും കാര്യങ്ങളും നടക്കുന്നുണ്ടാവും. അപ്പൊ അവിടെ ഏറ്റവും കൂടുതൽ നോയ്സ് ഉണ്ടാകുന്നതാണ് പറയുന്നത്. ഓക്കെ, ഇനി a brief exposure to extremely high sound level 150 dB or more generated by takeoff of a jet plane or rocket may damage eardrums, thus permanently impairing hearing ability. അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഈ ഒരു മെഷർമെന്റ് ആണ്, 150 ഡെസിബൽ. ഈ dB എന്നുള്ളത് ഡെസിബൽ എന്നാണ് മീൻ ചെയ്യുന്നത്. ഈ 150 ഡെസിബൽ അത്രയും വരെയാണ് ഒരു ഹ്യൂമനെ ആ ഒരു ഈ ഒരു ഹൈ സൗണ്ട് ലെവൽ ഉള്ളത് വരെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ടോളറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് താഴെ വരെ ഉള്ളതൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നില്ല. പക്ഷെ ഈ 150 dBക്ക് മുകളിലുള്ള സൗണ്ട് ലെവൽ എന്ന് പറയുന്നത് നമ്മുടെ ഇയർ ഡ്രംസിന് എന്തുണ്ടാക്കും, ഒരുപാട് ഡാമേജസ് ഉണ്ടാക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഹിയറിംഗ് എബിലിറ്റി വരെ നഷ്ടപ്പെട്ടു പോകും. അപ്പൊ 150 dB വരെയാണ് നമുക്ക് ഹിയർ ചെയ്യാൻ പറ്റുന്ന ആ ഒരു സൗണ്ട് ലെവൽ എന്ന് പറയുന്നത്. അപ്പൊ ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്, ഈ ഒരു മെഷർമെന്റ് അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ സൗണ്ടിനെ അളക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് എന്താണ്, യൂണിറ്റ് എന്താണ്, ഡെസിബൽ. എത്ര വരെ നമുക്ക് ഹിയർ ചെയ്യാൻ പറ്റും, 150 dB. അതിന് മുകളിൽ ഇപ്പൊ 150 dB എന്ന് പറയുമ്പോൾ അതിനൊരു എക്സാമ്പിൾ ആണ് ഇപ്പൊ റോക്കറ്റ് ഒക്കെ വിക്ഷേപിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു സൗണ്ട് ആണ് ഈ 150 dB എന്ന് പറയുന്നത്. അതുവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതാക്കാൻ പറ്റും. പക്ഷെ റോക്കറ്റ് ഒക്കെ വിക്ഷേപിക്കുന്ന 150 dBക്ക് മുകളിലുള്ള ഇതായിട്ടുള്ള സൗണ്ട് ഒക്കെ നമ്മുടെ ഇയർ ഡ്രംസിന് എന്ത് ചെയ്യും, ഇമ്പയർ ചെയ്യും, നമ്മുടെ ഹിയറിംഗ് എബിലിറ്റി തന്നെ നഷ്ടപ്പെട്ടു പോകും. പിന്നെ ഈ ഇപ്പോ നോയ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെയുള്ളൊരു കാര്യം നമുക്ക് സ്ലീപ്ലെസ്നെസ് ഉണ്ടാകും. അപ്പൊ ഹാർട്ട് ബീറ്റിന്റെ നമ്പർ കൂടും, അതുപോലെ ബ്രീത്തിങ് പാറ്റേണിൽ വ്യത്യാസം ഉണ്ടാവും, സ്ട്രെസ്സിന് കാരണമാവും. അങ്ങനെ നോയ്സ് കാരണം വേറെയും ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇനി അടുത്ത ഒന്നെന്ന് പറയുന്നത് ഇപ്പൊ എയർ പൊല്യൂഷനെ വെച്ച് നമ്മൾ പഠിച്ചു. ഇനി എയർ പൊല്യൂഷനെ പറ്റിയിട്ട് ഒരു കേസ് സ്റ്റഡി ആണ്. ഇപ്പൊ നമുക്കറിയാവുന്നതാണ്, നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എയർ പൊല്യൂഷൻ നടക്കുന്ന ഒരു ഡിസ്ട്രിക്ട് അല്ലെങ്കിൽ ഒരു സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏതായിരിക്കും, ന്യൂഡൽഹിയാണ്. അപ്പൊ നമുക്കറിയാവുന്ന ഒരു കാര്യമാണത്. ന്യൂഡൽഹി അല്ലെങ്കിൽ ഡൽഹിയിലാണ് ഏറ്റവും കൂടുതൽ എയർ പൊല്യൂഷൻ നടക്കുന്നത്. ഇനി അപ്പം അവിടെ എയർ പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്
ട്രാൻസ്പോർട്ടേഷനിലാണ് ഏറ്റവും കൂടുതൽ എയർ പൊല്യൂഷൻ അല്ലെങ്കിൽ എയർ പൊല്യൂട്ടൻസ് അവിടെ ഉണ്ടാകുന്നത്. അപ്പൊ ഈ ട്രാൻസ്പോർട്ടേഷനിൽ ഒരു വ്യത്യാസം വരുത്തിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ CNG യൂസ് ചെയ്യുക, ഡീസലിന് പകരം CNGs യൂസ് ചെയ്യുക. അപ്പൊ അതിന്റെ എക്സ്പാൻഡഡ് ഫോം ആണ് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. അപ്പൊ ഇത് യൂസ് ചെയ്യുന്നത് ഇപ്പൊ ഡീസൽ കുറച്ച് ഈ CNGs യൂസ് ചെയ്യുന്നത് വഴി പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടി പറ്റും എന്നാണ് പറയുന്നത്. അപ്പം ഈ ഡൽഹിയിലുള്ള എയർ പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അവരെടുത്തിട്ടുള്ള ഒരു മെഷർ ആയിരുന്നു എന്ത്, CNG, കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. അപ്പൊ CNG യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എയർ പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടി പറ്റും. അപ്പം അത് ആണ് എന്തില് വന്നത്, ഈ ഡൽഹി എയർ പൊല്യൂഷൻ കേസിൽ വന്നിട്ടുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പ്രിക്കോഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ വേണ്ടി പോകുന്നത് വാട്ടർ പൊല്യൂഷനെ പറ്റിയിട്ടാണ്. വാട്ടർ പൊല്യൂഷനും എങ്ങനെ അതിനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ വാട്ടർ പൊല്യൂഷൻ ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ എങ്ങനെയാണ് വാട്ടർ പൊല്യൂട്ടഡ് ആവുന്നത്. കോമൺലി നമുക്കറിയാവുന്ന എയർ പൊല്യൂഷന്റെ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഈ വാട്ടർ പൊല്യൂഷൻ. നമുക്കറിയാവുന്നതാണ്, ഇൻഡസ്ട്രിയിൽ നിന്നൊക്കെ ഒരുപാട് വേസ്റ്റ് ഒക്കെ തള്ളുന്നുണ്ട്. അതുപോലെ സീവേജ് വേസ്റ്റ്, അതുപോലെ മുനിസിപ്പൽ വേസ്റ്റ്, അങ്ങനെയുള്ള എല്ലാ വേസ്റ്റ് മെറ്റീരിയൽസും നമ്മൾ ഒഴുക്കി വിടുന്നത് ഈ റിവറിലോട്ട് അല്ലെങ്കിൽ ലേക്കിലോട്ട്, അങ്ങനെയുള്ള വാട്ടർ ബോഡീസിലോട്ടാണ്. അങ്ങനെയാണ് ഈ വാട്ടർക്കും പൊല്യൂട്ടഡ് ആകുന്നത്. ഓക്കെ, അപ്പം ഈ വാട്ടർ ഒക്കെ പൊല്യൂട്ടഡ് ആകുന്ന സമയത്ത് നമുക്ക് ആ വാട്ടറിൽ തന്നെയുള്ള ചില ഓർഗാനിസംസ് അതിന്റെ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ്. അപ്പൊ അവരെന്നെയാണ് നമ്മൾ ഇക്കോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പം ഒരുപാട് ആൽഗേസ് അതൊക്കെയും കാണിക്കുന്നത് അത് ആ ഒരു വാട്ടർ ബോഡി അത്രയും മോശമായിട്ടുണ്ട് അല്ലെങ്കിൽ പൊല്യൂട്ടഡ് ആയിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ്. ഇനി അപ്പൊ വാട്ടർ പൊല്യൂഷൻ ഉണ്ടായി കഴിഞ്ഞപ്പം ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ട് ആയിരുന്നു വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1974. ഇപ്പം ഇതിലൊക്കെ പേരുകളൊക്കെ കുറച്ചും കൂടി നമുക്ക് സെയിം ആയിട്ട് തോന്നും. ഇപ്പൊ എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് എന്നുള്ളത് പോലെ തന്നെയാണ് വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് എന്ന് പറയുന്നത്. പക്ഷെ അതിൽ ഇയർ തമ്മിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇത് 1974 അതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പൊ വാട്ടർ പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒന്നാണ് വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1974. ഇനി നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഏറ്റവും കൂടുതൽ ഈ വാട്ടർ പൊല്യൂട്ടന്റ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, ഡൊമസ്റ്റിക് സീവേജും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസും ഒക്കെയാണ്. ഓക്കെ, ഇനി വാട്ടർ പൊല്യൂഷനിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ് BODനെ പറ്റിയിട്ട്. അതായത് BODയുടെ എക്സ്പാൻഷൻ ആണ് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. അപ്പൊ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്താണെന്ന് നോക്കാം. Domestic sewage primarily contains biodegradable organic matter which readily decomposes thanks to bacteria and other microorganisms which can multiply using these organic substances as substrates and hence utilize some of the components of sewage. It is possible to estimate the amount of biodegradable organic matter in sewage water by measuring the biochemical oxygen demand, BOD. അതായത് ഇപ്പം നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഡൊമസ്റ്റിക് സീവേജ്. ഇപ്പം നമ്മളെ വീട്ടിലുള്ള സീവേജ് ഡിസ്പോസലൊക്കെ എടുത്ത് നോക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ബയോഡിഗ്രേഡബിൾ ആകാനിരിക്കുന്ന സാധനങ്ങളായിരിക്കും. അപ്പൊ ഈ ബയോഡിഗ്രേഡബിൾ ആകാൻ കഴിവുള്ള ഓർഗാനിക് മാറ്റേഴ്സ് കൂടുതലാണെന്നാണ് പറയുന്നത് ഡൊമസ്റ്റിക് സീവേജിൽ. അതുകൊണ്ട് തന്നെ ഈ ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് മാറ്റർ ആര് ഡീകമ്പോസ് ചെയ്യും, ബാക്ടീരിയാസും അതുപോലുള്ള മൈക്രോബ്സും ഇതിനെ എന്ത് ചെയ്യും, ഡീകമ്പോസ് ചെയ്ത് കളഞ്ഞോളും. പിന്നെ അപ്പം ഈ ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് മാറ്റർ ഈ ഒരു ഡൊമസ്റ്റിക് സീവേജിൽ കൂടുതലുള്ളത് കൊണ്ട് തന്നെ അവിടെ ഒരുപാട് ഇതുപോലുള്ള മൈക്രോബ്സ് ഉണ്ടാകും. അപ്പൊ അവരെന്ത് ചെയ്യും, ഈ ഓർഗാനിക് സബ്സ്റ്റൻസ് ഒരു സബ്സ്ട്രേറ്റ് ആയിട്ട് അവർ യൂസ് ചെയ്തോളും, അതുപോലെ തന്നെ അവരുടെ മെറ്റബോളിസത്തിന് യൂസ് ചെയ്തോളും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇപ്പൊ ഒരു ഡൊമസ്റ്റിക് സീവേജ് ഇപ്പം അത്ര എടുത്തു എന്ന് വിചാരിക്കുക. അപ്പൊ അതില് നമുക്ക് BOD കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ എത്രത്തോളം ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് മാറ്റർ ഉണ്ടെന്ന് ഒരു എസ്റ്റിമേഷൻ നടത്താൻ വേണ്ടിയിട്ട് പറ്റും. അതായത് ഡൊമസ്റ്റിക് സീവേജ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിലെ BOD അത് അളക്കാൻ വേണ്ടിയിട്ട് ഒരു മെഷർമെന്റ് ഉണ്ട്. അപ്പൊ BOD നമ്മൾ അളന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്നും അതിന്റെ ഈക്വൽ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് അതിൽ എത്രത്തോളം ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് മാറ്റർ ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഇപ്പൊ നമുക്ക് ഡൊമസ്റ്റിക് സീവേജിലെ ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് മാറ്റർ അതിന്റെ ആ ഒരു എമൗണ്ടും കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുന്നു.
ഓക്കെ, അപ്പൊ അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ BOD എന്ന് പറയുന്നത്. അപ്പൊ ഇതും കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പം ഇങ്ങനെ ചോദിക്കും, ഇപ്പോ ഡൊമസ്റ്റിക് സീവേജ് തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഡൊമസ്റ്റിക് സീവേജില് ഇപ്പൊ എത്രത്തോളം ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് മാറ്റർ ഉണ്ടെന്ന് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വരുന്ന ആൻസർ ആണ് എന്ത്? BOD കാൽക്കുലേഷൻ. BOD കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ എത്രത്തോളം ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് മാറ്റർ ഉണ്ടെന്നും കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അതാണ് അവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ഏരിയ. ഇനി അടുത്തത് ഇപ്പൊ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഇപ്പം വാട്ടർ ബോഡീസിനൊക്കെ ചിലതിനൊക്കെ പച്ച കളറ്, ചിലതിനൊക്കെ നീല കളറ്, അങ്ങനെ പിന്നെ ചിലതൊക്കെ നല്ല ഡാർക്ക് ബ്ലാക്ക് കളറ് അങ്ങനെയുള്ളതൊക്കെ ആയിരിക്കും. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ വാട്ടർ ബോഡീസിന് പലതരം കളറുകൾ? എന്തുകൊണ്ടായിരിക്കാം? അപ്പൊ അതിന്റെ ഒരു ആൻസർ ആണ് പ്രസൻസ് ഓഫ് ലാർജ് എമൗണ്ട്സ് ഓഫ് ന്യൂട്രിയൻസ് ഇൻ വാട്ടർ ഓൾസോ കോസസ് എക്സസീവ് ഗ്രോത്ത് ഓഫ് പ്ലാങ്ക്ടോണിക് ഫ്രീ ഫ്ലോട്ടിംഗ് ആൽഗെ കോൾഡ് ആൻ ആൽഗൽ ബ്ലൂം. അതായത് ഇപ്പം ഒരു വാട്ടർ ബോഡിയിൽ ഒരുപാട് ന്യൂട്രിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ അവിടെ ഗ്രോ ചെയ്യുന്ന ഒന്നാണ് പ്ലാങ്ക്ടോണിക്സ്. ഈ പ്ലാങ്ക്ടോണിക്സ് ഫ്രീ ഫ്ലോട്ടിംഗ് ആൽഗേസ് എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇവരാണ് ഏറ്റവും കൂടുതൽ പിന്നെ ആ വാട്ടർ ബോഡിയിൽ ഉണ്ടാവുക, ന്യൂട്രിയൻസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ. അപ്പൊ ഈ ഒരു ഫിനോമിനൻ നമ്മൾ പറയുന്ന ഒരു പേരാണ് ആൽഗൽ ബ്ലൂം. അതായത് ന്യൂട്രിയൻസ് കൂടുതലുള്ള ഒരു വാട്ടർ ബോഡിയിൽ ഉണ്ടാകുന്ന ഒരു ഫിനോമിനൻ ആണ് എന്ത്? ആൽഗൽ ബ്ലൂം. ഈ ആൽഗേസ് എന്തുകൊണ്ടാണ് വളരുന്നത്? ഒരു വാട്ടർ ബോഡിയിലെ ന്യൂട്രിയൻസ് കൂടുതലായിട്ട് കാണുമ്പോൾ. ദിസ് ഇംപാർട്ട്സ് എ ഡിസ്റ്റിങ്ക്റ്റ് കളർ ടു ദ വാട്ടർ ബോഡി. അപ്പം ഇങ്ങനെയുള്ള ആൽഗൽ ബ്ലൂം പോലെയുള്ള കാര്യങ്ങളാണ് ആ വാട്ടർ ബോഡിക്ക് എന്ത് കൊടുക്കുന്നത്? ഒരു പെർട്ടിക്കുലർ കളറൊക്കെ കൊടുക്കുന്നത്. ആൽഗൽ ബ്ലൂംസ് കോസ് ഡിറ്റീരിയോറേഷൻ ഓഫ് ദ വാട്ടർ ക്വാളിറ്റി ആൻഡ് ഫിഷ് മോർട്ടാലിറ്റി. ഇനി ഈ ആൽഗൽ ബ്ലൂം നല്ലതാണോ? അല്ല, ആൽഗൽ ബ്ലൂംസ് ഒരിക്കലും നല്ലതല്ല. അവരെന്ത് ചെയ്യും? വാട്ടർ ക്വാളിറ്റി അത് കുറച്ചുകൊണ്ട് വരും. പിന്നെ അതുപോലെ തന്നെ ഫിഷ് മോർട്ടാലിറ്റി, അവിടെയുള്ള മത്സ്യങ്ങളൊക്കെയും ചത്തുപോകും, വാട്ടറിന്റെ ക്വാളിറ്റിയും പോകും. അപ്പൊ ഈ ആൽഗൽ ബ്ലൂം എന്ന് പറയുന്നത് ഒരിക്കലും നല്ലതല്ല. സം ബ്ലൂം ഫോമിംഗ് ആൽഗി ആർ എക്സ്ട്രീംലി ടോക്സിക് ടു ഹ്യൂമൻ ബീങ്സ് ആൻഡ് ആനിമൽസ്. ഇനി ചില ആൽഗൽ ബ്ലൂംസ് എന്നൊക്കെ പറയുമ്പോൾ അത് ഹ്യൂമൻസിനും അതുപോലെ തന്നെ ബാക്കിയുള്ള ആനിമൽസിനും ടോക്സിക് ആയിട്ടുള്ള ആൽഗീസ് വരെ ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആൽഗൽ ബ്ലൂമിനെ പറ്റിയിട്ടാണ്. ആൽഗൽ ബ്ലൂം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വാട്ടർ ബോഡിയിൽ ഒരുപാട് ന്യൂട്രിയൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്നതാണ് എന്ത്? പ്ലാങ്ക്ടോണിക്സ് ആയിട്ടുള്ള ഫ്രീ ഫ്ലോട്ടിംഗ് ആൽഗീസ്. അപ്പൊ ഇവര് ഇപ്പൊ ഒരുപാട് ഉണ്ടാകുന്നു, അതിന് പറയുന്ന ഫിനോമിനന്റെ പേരാണ് ആൽഗൽ ബ്ലൂം എന്ന് പറയുന്നത്. ഇനി ഈ ആൽഗൽ ബ്ലൂം ചെയ്യുന്നത് ആ ഒരു വാട്ടർ ബോഡിക്ക് ആ ഒരു ഡിസ്റ്റിങ്ക്റ്റ് കളർ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുവഴിയാണ് നമ്മൾ ആൽഗൽ ബ്ലൂം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. ഇനി ആൽഗൽ ബ്ലൂം ഒരിക്കലും നല്ലതല്ല. അവരെന്ത് ചെയ്യും? വാട്ടറിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടുത്തും, അതുപോലെ തന്നെ ഒരുപാട് മത്സ്യങ്ങൾ ചത്തുപോകുകയും ചെയ്യും. പിന്നെ ഈ ഒരു ആൽഗൽ ബ്ലൂം ഉണ്ടാകുന്ന സമയത്ത് അത് ഹ്യൂമൻസിനും അതർ ഓർഗാനിസംസിനും വരെ എന്താണ്? അത് ഹാംഫുൾ ആണ്, അല്ലെങ്കിൽ ടോക്സിക്കും കൂടിയാണ്. ഓക്കെ, ഇനി you may have seen the beautiful mauve colored flowers found on very appealingly shaped floating plants in water bodies. അതായത് നമ്മൾ ചില സമയത്തൊക്കെയും മൗവ് കളർ ഉള്ള ഫ്ലവേഴ്സ് ഉള്ള ചില ഫ്രീ ഫ്ലോട്ടിംഗ് പ്ലാന്റ്സിനൊക്കെയും കണ്ടിട്ടുണ്ടാകും. ഇപ്പോൾ അപ്പീലിംഗ്ലി ഷേപ്ഡ് ഫ്ലോട്ടിംഗ് പ്ലാന്റ്സിനൊക്കെയും വാട്ടർ ബോഡീസിൽ കണ്ടിട്ടുണ്ടാകും. എങ്ങനെയാണ്? എന്ത് കളറുള്ള ഫ്ലവേഴ്സ് ആണത്? മൗവ് കളേർഡ് ഫ്ലവേഴ്സ് ആണ്. These plants, which were introduced into India for their lovely flowers, have caused havoc by their excessive growth by causing blogs in our waterways. They grow faster than our ability to remove them. These are plants of water hyacinth, Iconia crassipes, the world's most problematic aquatic weed. അപ്പം ഇങ്ങനെയുള്ള ഇപ്പൊ നമുക്കറിയാം മൗവ് കളേർഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ചില അപ്പീലിംഗ്ലി ഷേപ്ഡ് ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് ഉണ്ടാവും വാട്ടർ ബോഡീസിലെ. അതൊക്കെയും പെട്ടെന്ന് വളരുന്ന പ്ലാന്റ്സ് ആണ്. പെട്ടെന്ന് തന്നെ അത് പടർന്ന് പന്തലിക്കും ആ വാട്ടർ ബോഡി മുഴുവനും. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, പെട്ടെന്ന് അത് വളർന്ന് പന്തലിക്കും. അപ്പം നമുക്കത് കാണാൻ നല്ല ഭംഗിയാണ്, മൗവ് ഫ്ലവേഴ്സ് ഒക്കെയാണ് അതിൽ ഉണ്ടാവുക. പക്ഷെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ആ വാട്ടറിന്റെ ഫ്ലോനൊക്കെ തടഞ്ഞു വെക്കും, ബ്ലോക്കേജ് ഉണ്ടാക്കും. അതുപോലെ തന്നെ ഇവര് വളർന്ന് പന്തലിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ അതിനെ പിടിച്ച് റിമൂവ് ചെയ്യാന്നുള്ളത് പോസിബിൾ അല്ല.
ഓക്കെ, അപ്പം ഇവര് കൂടുതലും പടർന്ന് പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനെ റിമൂവ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയുള്ള പ്ലാന്റ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? വാട്ടർ ഹയാസിൻ. ഇനി ഇവരുടെ സ്പീഷീസ് നെയിമാണ് എക്കോണിയ കാസിപ്പസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവര് ഏറ്റവും കൂടുതൽ വേൾഡിലെ തന്നെ പ്രോബ്ലമാറ്റിക് അക്വാട്ടിക് വീഡ്സ് ആണ്. അക്വാട്ടിക് വീഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? കളകൾ. അപ്പം അക്വാട്ടിക് വീഡ്സ് ആണ് ഇവര്. ഇപ്പൊ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആൽഗൽ ബ്ലൂമിന്റെ ഒരു വ്യൂ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് വാട്ടർ ഹയാസിന്തിനെ പറ്റിയിട്ടാണ്. ഇനി അവരെന്നെ തന്നെ വിളിക്കുന്ന വേറൊരു പേരുണ്ട്, അതാണ് ടെറർ ഓഫ് ബംഗാൾ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോവ് കളേർഡ് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഇത്. ഏറ്റവും പെട്ടെന്ന് പടർന്ന് പന്തലിക്കും. അപ്പൊ അതിനെ നമ്മൾക്ക് റിമൂവ് ചെയ്യാന്നുള്ളത് എളുപ്പമല്ല. അപ്പം അത് എന്ത് ചെയ്യും? വാട്ടർ ബോഡീസിലേക്ക് ബ്ലോക്കേജസ് ഉണ്ടാക്കും. വാട്ടർ ഫ്ലോ അവിടെ ഉണ്ടാവില്ല. അപ്പം ഇതെന്ന് പറയുന്നത് ഒരു വേൾഡിലെ തന്നെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള അക്വാട്ടിക് വീഡ് ആണ്. വേറെ പറയുന്ന ഒരു പേരാണ് ടെറർ ഓഫ് ബംഗാൾ എന്ന്. They grow abundantly in eutrophic water bodies and lead to an imbalance in the ecosystem dynamics of water bodies. അപ്പം യൂട്രോഫിക് വാട്ടർ ബോഡി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? യൂട്രോഫിക്കേഷൻ അല്ലെങ്കിൽ യൂട്രോഫിക് എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ നമുക്കറിയാം വാട്ടർ ബോഡീസ് ഒക്കെയും കുറെ കഴിയുമ്പോൾ നേച്ചുറൽ ഏജിങ് അവർക്ക് വരും. അപ്പൊ ആ ഒരു ഇതിനെ പറയുന്ന, ആ ഒരു ഫിനോമിനെ പറയുന്ന പേരാണ് യൂട്രോഫിക്കേഷൻ എന്ന്. ഓക്കെ, അപ്പം ഈ യൂട്രോഫിക് ആയിട്ടുള്ള വാട്ടർ ബോഡീസിലാണ് ഏറ്റവും കൂടുതൽ ഇവര് ഗ്രോ ചെയ്യുന്നത്. Then sewage from our homes as well as from hospitals are likely to contain many undesirable pathogenic microorganisms, and its disposal into a water without proper treatment may cause outbreak of serious diseases such as ഡിസെൻട്രി, ടൈഫോയിഡ്, ജോണ്ടിസ്, കോളറ എക്സെട്ര. അപ്പം ഇപ്പൊ സീവേജ്, ഇപ്പൊ ഹോമിലത്തെ ആയാലും ഹോസ്പിറ്റലിലായാലും ഒക്കെ സീവേജ് അത് നമ്മൾക്ക് അതിൽ ഒരുപാട് പാത്തോജനിക് മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാകും. അത് നമുക്ക് എന്ത് ചെയ്യും? ഒരുപാട് ഡിസീസസ് കോസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഡിസെൻട്രി, ടൈഫോയിഡ്, ജോണ്ടിസ്, കോളറ എന്ന് പറയുന്നതൊക്കെ ഇതുപോലുള്ള സീവേജിൽ നിന്നും ഉണ്ടാകുന്ന ഡിസീസസ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് അതിൽ മെയിൻ ആയിട്ടും വരുന്നത്. അപ്പൊ ആൽഗൽ ബ്ലൂമിന്റെ കാര്യം പറഞ്ഞു, വാട്ടർ ഹയാസിന്തിന്റെയും കാര്യം പറഞ്ഞു. വാട്ടർ ഹയാസിന്തിനെയാണ് ടെറർ ഓഫ് ബംഗാൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ബയോ മാഗ്നിഫിക്കേഷനെ പറ്റിയിട്ടാണ്. എ ഫ്യൂ ടോക്സിക് സബ്സ്റ്റൻസസ് often present in industrial waste waters can undergo biological magnification or called biomagnification in the aquatic food chain. Biomagnification refers to increase in concentration of the toxicant at successive trophic levels. അപ്പം ഇത് കൂടുതൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഇതിൽ ഇപ്പൊ ബയോമാഗ്നിഫിക്കേഷനിൽ വരുന്നത് മെർക്കുറിയും DDT ഒക്കെ ആയിരിക്കും. ഇത് കൂടുതൽ മനസ്സിലാക്കാൻ നമുക്ക് ഈ ഒരു പിക്ചർ നോക്കിയാൽ മതി. ഈ ഒരു പിക്ചർ ശ്രദ്ധിക്കാം. അപ്പം ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞു ഇപ്പോ എന്തൊക്കെയാണ് വരുന്നത്? മെർക്കുറിയും DDTയും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഇതുപോലെയുള്ള ബയോമാഗ്നിഫിക്കേഷനിൽ ഇങ്ങനെ ഒരു ഹയർ ട്രോഫിക് ലെവൽസിലൂടെ കടന്നു പോകുന്നത് നമ്മൾ പറഞ്ഞു. ഇപ്പം DDT അതുപോലെ തന്നെ മെർക്കുറി ഇതൊക്കെയും നമ്മൾ എന്ത് ചെയ്യാണ്? വാട്ടർ ബോഡീസിലോട്ട് ഒഴുക്കി വിടാണെന്ന് വിചാരിക്കാം. ഇപ്പൊ സീവേജ് ഒക്കെ വഴി മെർക്കുറി, DDT ഒക്കെ എത്തുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പം അവിടെ വാട്ടറിൽ എന്തുണ്ടാകും? യൂഷ്വലി ഈ ഒരു മെർക്കുറിയുടെയും DDTയുടെയും ഒക്കെ കണ്ടന്റ് ഉണ്ടാകും. ഇനി വാട്ടറിൽ വരുന്ന DDT കണ്ടന്റ് അല്ലെങ്കിൽ മെർക്കുറി കണ്ടന്റ് എന്ന് പറയുന്നത് സൂ പ്ലാങ്ടൺസിലോട്ട് പോകും. അത് എന്ത് ചെയ്യുന്നതാണ്? അക്വാട്ടിക് കാണുന്ന ഒരു ഓർഗാനിസം ആണ് സൂ പ്ലാങ്ടൺസ്. ഈ സൂ പ്ലാങ്ടൺസ് ഈ ഒരു DDTനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ സൂ പ്ലാങ്ടനെ കഴിക്കുന്ന ആൾക്കാരാണ് സ്മോൾ ഫിഷസ്. ഈ സ്മോൾ ഫിഷസിലും ഇതുപോലെ DDTയുടെ കണ്ടന്റ് വരുന്നുണ്ട്. അത് കഴിയുമ്പം ഈ സ്മോൾ ഫിഷസിനെ ലാർജ് ഫിഷസ് എന്ത് ചെയ്യും? കഴിക്കുന്നുണ്ട്. അപ്പൊ ഇവർക്കും ഇതുപോലെയുള്ള DDT കിട്ടുന്നുണ്ട്. DDT ഇത്ര എമൗണ്ടും ഇവരുടെ ആ ഒരു ബോഡി അകത്ത് എത്തുന്നുണ്ട്. ഇനി ഈ ലാർജ് ഫിഷസിനെ കഴിക്കുന്ന ഒരുപാട് ഫിഷ് ഈറ്റിംഗ് ബേർഡ്സ് ഉണ്ട്. അപ്പൊ അവരിലോട്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു DDT കണ്ടന്റ് എത്തുന്നുണ്ട്. അപ്പം ഇങ്ങനെ വരുന്ന ഈ ഒരു ഹയറാർക്കിക്ക് പറയുന്ന പേരാണ് ബയോമാഗ്നിഫിക്കേഷൻ. അതായത് ഇപ്പൊ വാട്ടറിലാണ് ആ ഒരു DDT അല്ലെങ്കിൽ മെർക്കുറി അല്ലെങ്കിൽ ആ ഒരു കെമിക്കലിന്റെ കണ്ടന്റ് വരുന്നത് എന്നുണ്ടെങ്കിലും അത് എവിടെ വരെ എത്തും?
ഫിഷ് ഈറ്റിംഗ് ബേർഡ്സിൽ വരെ എത്തും. ഓക്കെ, അപ്പൊ അത് ആ ഒരു അത്രയും ടെറർ ആയിട്ടുള്ള ഒരു കേസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ പിക്ചർ അടക്കം കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ഫിനോമിനനെ പറയുന്ന പേരാണ് എന്ത്, ബയോമാഗ്നിഫിക്കേഷൻ എന്നുള്ളത്. ഓക്കെ, ഇനി ഈ ബയോമാഗ്നിഫിക്കേഷൻ ഏറ്റവും കൂടുതൽ അതിന്റെ ലാസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് വാട്ടർ ഒക്കെയാണ്. പക്ഷെ അതിന്റെ ടോപ്പ് ലെവലിൽ ഏത് ഓർഗാനിസം വരെയും എത്താൻ പറ്റുമെന്നാണ് പറയുന്നത്. അതാണ് ബയോമാഗ്നിഫിക്കേഷൻ. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് ഇങ്ങനെ ഹയറാർക്കി അല്ലെങ്കിൽ ട്രോഫിക് ലെവൽ മുകളിലോട്ട് പോകുന്ന സബ്സ്റ്റാൻസസിൽ വരുന്ന രണ്ട് കാര്യങ്ങളാണുള്ളത്, DDT അതുപോലെ തന്നെ മെർക്കുറി. ഇത് രണ്ടുമാണ് ഇങ്ങനെ ലോവർ ലെവലിൽ നിന്ന് ഹയർ ട്രോഫിക് ലെവലിലോട്ട് പാസ് ചെയ്ത് പോകുന്നത്. അപ്പൊ ഇത് രണ്ടും എന്ത് ചെയ്യുന്നതാണ്, ഒരുപാട് ഡിസീസും അതുപോലെ ഡിസോർഡേഴ്സും കോസ് ചെയ്യുന്ന ചില സബ്സ്റ്റാൻസസ് ആണ്. ഓക്കെ, ഇനി അടുത്തത് അപ്പൊ ബയോമാഗ്നിഫിക്കേഷൻ എന്താന്ന് നമ്മൾ പറഞ്ഞു. അതിന് തന്നെ വേറൊരു പേര് പറയും ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ. അടുത്തത് നമ്മൾ പറയുന്നത് യൂട്രോഫിക്കേഷനെ പറ്റിയിട്ടാണ്. ഇപ്പൊ യൂട്രോഫിക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ നേച്ചുറൽ ഏജിങ് ഓഫ് എ ലേക്ക് ബൈ ന്യൂട്രിയന്റ് എൻറിച്ച്മെന്റ് ഓഫ് ഇറ്റ്സ് വാട്ടർ. അപ്പൊ നമുക്കറിയാം ഒരു ലേക്കിന്റെ നാച്ചുറൽ ഏജിങ്ങിനെ പറയുന്ന പേരാണ് യൂട്രോഫിക്കേഷൻ. എങ്ങനെയാണ് ഒരു ലേക്കിന്റെ നേച്ചുറൽ ഏജിങ് നടക്കുന്നത്? അതിൽ വാട്ടറിലെ ന്യൂട്രിയന്റ് എൻറിച്ച്മെന്റ്, ന്യൂട്രിയൻസ് കൂടുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, ലേക്കിന് നേച്ചുറൽ ഏജിങ് നടക്കുന്നത്. അപ്പൊ അതിനെയാണ് യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇൻ എ യങ് ലേക്ക് the water is cold and clear, supporting little life. ഇപ്പം ഒരു യങ് ആയിട്ടുള്ള ലേക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതിലെ വാട്ടർ എന്ന് പറയുന്നത് അത്രയും കോൾഡ് ആയിരിക്കും, അതുപോലെ തന്നെ ക്ലിയർ ആയിരിക്കും. അത് എല്ലാ ഓർഗാനിസത്തിനും അതിന്റെ ലൈഫിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. But with time, streams draining into the lake introduce nutrients such as nitrogen, phosphorus, which encourage the growth of aquatic organisms. അപ്പം ഈ സ്ട്രീംസ് ഒക്കെ കൂടിയിട്ടാണ്, ഇപ്പൊ ചെറിയ ചെറിയ അരുവികൾ കൂടിയിട്ടാണല്ലോ ഇതുപോലെയുള്ള ലേക്സ് ഒക്കെ ഫോം ചെയ്യുന്നത്. അപ്പൊ ഈ അരുവികൾ ഒരുമിച്ച് ചേരുമ്പോ അപ്പൊ അരുവിയിൽ നിന്ന് വരുന്ന വാട്ടറിൽ നിന്ന് ഒരുപാട് ന്യൂട്രിയൻസ് ഈ ലേക്കിലോട്ട് എത്തുന്നുണ്ട്. അതിൽ വരുന്നതാണ് നൈട്രജൻ, ഫോസ്ഫറസ് അങ്ങനെയുള്ളതൊക്കെ. അപ്പൊ ഇത് അക്വാട്ടിക് ഓർഗാനിസത്തിന്റെ ഗ്രോത്തിനെയാണ് ഇത് എൻകറേജ് ചെയ്യുന്നത്. ആസ് ദ ലേക്സ് ഫെർട്ടിലിറ്റി ഇൻക്രീസസ്, അപ്പം അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സ്ട്രീംസ് ഒക്കെ വരുന്ന സമയത്ത് ന്യൂട്രിയൻസ് കിട്ടുന്നു. അപ്പൊ ഈ ലേക്കിന്റെ ഫെർട്ടിലിറ്റി കൂടുന്നുണ്ട് അവിടെ. ദ പ്ലാന്റ് ആൻഡ് ആനിമൽ ലൈഫ് ബേർജിയൻസ്, അതായത് ആനിമൽസിന്റെ ലൈഫ് ആയാലും പ്ലാന്റ്സിന്റെ ലൈഫ് ആയാലും ഈ അക്വാട്ടിക് ലൈഫ് എന്ന് പറയുന്നതിൽ എല്ലാ ഓർഗാനിസംസിന്റെ ലൈഫിന്റെ ഗ്രോത്തും അവിടെ കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഗ്രോത്തും ഡെവലപ്മെന്റ് ഒക്കെയും തന്നെ നോർമൽ ആയിട്ട് നടക്കുന്നുണ്ട്. ഇനി ആൻഡ് ഓർഗാനിക് റിമെയിൻസ് ബിഗിൻ ടു ബി ഡെപ്പോസിറ്റഡ് ഓൺ ദ ലേക്ക് ബോട്ടം. അപ്പൊ അവിടെ ഒരുപാട് അക്വാട്ടിക് ഓർഗാനിസംസ് വളരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഒരുപാട് ഓർഗാനിക് റിമൈനിങ്സും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ലേക്ക് ബോട്ടത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. ഓവർ ദ സെഞ്ചുറീസ് ആസ് സിൽട്ട് ആൻഡ് ഓർഗാനിക് ഡെബ്രിസ് പൈൽ അപ്പ് ദ ലേക്ക് ഗ്രോസ് ഷാലോവർ ആൻഡ് വാർമർ. അപ്പൊ കുറെ നാൾ കഴിയുമ്പോൾ ഈ ഓർഗാനിക് ഡെബ്രിസ് ഒക്കെയും കൂടി കൂടി വരുമ്പോൾ, അതായത് ഈ ലേക്കിൽ ഒരുപാട് ഓർഗാനിസംസ് പിന്നെയും ജീവിക്കും, അപ്പൊ അവരുടേക്കും ഓർഗാനിക് ആയിട്ടുള്ള വേസ്റ്റ് അല്ലെങ്കിൽ റിമൈനിങ്സ് ഒക്കെ അടിയിൽ ഡെപ്പോസിറ്റഡ് ആകും. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഓർഗാനിക് ഡെബ്രിസ് കൂടി വരുന്നുണ്ട്. കുറെ കഴിയുമ്പോൾ ലേക്ക് ഷാലോവർ ആവും, അതുപോലെ തന്നെ വാം ആവും. വിത്ത് വാം വാട്ടർ ഓർഗാനിസംസ് സപ്ലാന്റിങ് ദോസ് ദാറ്റ് ത്രൈവ് ഇൻ എ കോൾഡ് എൻവയോൺമെന്റ്. അതായത് വാം വാട്ടർ ഓർഗാനിസംസ് എന്ത് ചെയ്യും, ഈ കോൾഡ് എൻവയോൺമെന്റിൽ വന്ന് ജീവിക്കാൻ തുടങ്ങും. അതായത് ലേക്ക് എന്ന് പറയുന്നത് യൂഷ്വലി കോൾഡ് ആയിരുന്നു അതിന്റെ യങ് ആയിട്ടുള്ള സമയത്ത്. പക്ഷെ അതിൽ യൂട്രോഫിക്കേഷൻ ഒക്കെ വരുമ്പോൾ എന്തുണ്ടാകും, ഈ വാം വാട്ടർ ഓർഗാനിസംസ് ഇതിലോട്ട് കടന്നു വരും. മാർഷ് പ്ലാന്റ്സ് ടേക്ക് റൂട്ട് ഇൻ ദ ഷാലോ ആൻഡ് ബിഗിൻ ടു ഫിൽ ഇൻ ദ ഒറിജിനൽ ലേക്ക് ബേസിൻ. അപ്പൊ പിന്നെ അവിടെ ഓർഗാനിക് ഡെബ്രിസ് ഒക്കെ ഉണ്ട്, അപ്പൊ അവിടെ മാർഷ് പ്ലാന്റ്സ് വന്ന് ഇടം പിടിക്കും. Eventually the lake gives way to large masses of floating plants. അപ്പൊ കുറെ കഴിയുമ്പോൾ അവിടെ കുറെ ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് വരും, ഫൈനലി കൺവേർട്ടിങ് ഇൻ ടു ലാൻഡ്. അപ്പൊ കുറെ കഴിയുമ്പോൾ ഈ ലേക്ക് എന്ന് പറയുന്നത് ലാൻഡ് ആയിട്ട് മാറും. നമ്മൾ ഏറ്റവും ഫസ്റ്റ് പറഞ്ഞു ലേക്കിന്റെ യങ് ആയിട്ടുള്ള സമയം എന്ന് പറയുന്നത് അത് നല്ല കോൾഡ് ക്ലിയർ ആയിട്ടുള്ള വാട്ടർ ആണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അവിടെ ഒരുപാട് ഓർഗാനിസംസ് വരും. ഈ സ്ട്രീമിൽ നിന്നൊക്കെ ഒരുപാട് ന്യൂട്രിയൻസ്, നൈട്രജൻ, ഫോസ്ഫറസ് പോലുള്ള ന്യൂട്രിയൻസ് വരും. ഒരുപാട് ഓർഗാനിസംസ് ഈ ലേക്കിൽ വളരും. പക്ഷെ ഈ ഓർഗാനിസംസ് വളരുമ്പോൾ അവിടെ ഓർഗാനിക് വേസ്റ്റ് അല്ലെങ്കിൽ ഡെബ്രിസ് ഒക്കെയും ഈ ലേക്കിന്റെ താഴ്ഭാഗത്ത് അല്ലെങ്കിൽ ബോട്ടത്തിൽ അവിടെ അടിഞ്ഞുകൂടി കിടക്കുകയാണ്.
കുറെ നാൾ കഴിയുമ്പോൾ ഇതിലെ കോൾഡ് ഒക്കെ നഷ്ടപ്പെടും ഈ ലേക്കില്. പിന്നെ അവിടെ വാം ആയിരിക്കും, ഷാലോവർ ആയിരിക്കും ഈ ലേക്ക് എന്ന് പറയുന്നത്. അപ്പൊ അവിടേക്ക് ഇപ്പൊ മാഷി പ്ലാന്റ്സ് ഒക്കെ വന്ന് ഇടം പിടിക്കും. കുറെ കഴിയുമ്പോൾ ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് വരും. കുറെ കഴിയുമ്പോൾ ഈ ലേക്ക് എന്ന് പറയുന്നത് ഒരു ലാൻഡ് ആയിട്ട് തന്നെ മാറും. അപ്പൊ ഇത് ഈ ഒരു പ്രോസസ്സിനെയാണ് ലേക്ക് എന്ന് പറയുന്നതിന്റെ നാച്ചുറൽ ഏജിങ് നടക്കുന്നത്. ഇപ്പൊ ന്യൂട്രിയൻസിന്റെ എൻറിച്ച്മെന്റ് കാരണം നാച്ചുറൽ ഏജിങ് നടക്കുന്നതിനെ ആ ഒരു ഫിനോമിനെ പറയുന്ന പേരാണ് യൂട്രോഫിക്കേഷൻ. അപ്പൊ ഇത് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഈ ബയോമാഗ്നിഫിക്കേഷൻ, യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നതൊക്കെ. അപ്പൊ ബയോമാഗ്നിഫിക്കേഷനിൽ എന്താണ് മെയിൻ ആയിട്ടും വരുന്നത്? DDT, മെർക്കുറി പോലുള്ള സബ്സ്റ്റാൻസസ് ലോവർ ലെവലിൽ നിന്ന് ഹയർ ട്രോഫിക് ലെവലിലോട്ട് എത്തുന്നത്, ആ ഒരു ഫിനോമിനെയാണ് ബയോമാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത് ലേക്ക് ഒരു ലാൻഡ് ആയിട്ട് മാറുന്ന ആ ഒരു അവസ്ഥ, അതായത് ലേക്കിന്റെ നേച്ചുറൽ ഏജിങ് നടക്കും ന്യൂട്രിയന്റ് എൻറിച്ച്മെന്റ് വഴി. അപ്പം ഈ ലേക്ക് ലാൻഡ് ആയിട്ട് മാറും. അപ്പൊ ആ ഒരു അവസ്ഥയാണ് അല്ലെങ്കിൽ ഫിനോമിനെ പറയുന്ന പേരാണ് എന്ത്? യൂട്രോഫിക്കേഷൻ എന്ന്. ഇനി however, pollutants from man's activities like effluents from the industries and homes can radically accelerate the aging process. നമുക്കറിയാവുന്നതാണ് നമ്മുടെ ഹ്യൂമൻസ് ഉണ്ടാക്കുന്ന പൊല്യൂട്ടൻസ്, അതുപോലെ കുറെ എഫ്ലുവൻസും ഇൻഡസ്ട്രിയിൽ നിന്ന് ഉണ്ടാകുന്ന എഫ്ലുവൻസും ഒക്കെയും ഈ ഒരു ഏജിങ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സിനെ ആക്സിലറേറ്റ് ചെയ്യും അല്ലെങ്കിൽ സ്പീഡപ്പ് ചെയ്യും. ഓക്കെ, ഇപ്പം മെയിൻ ആയിട്ടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം യൂഷ്വലി ഒരു ലേക്ക് നാച്ചുറൽ ഏജിങ്ങിലോട്ട് പോവേണ്ടതാണ്. പക്ഷെ ചില സമയത്ത് നമ്മൾ ഹ്യൂമൻസ് കുറെ പൊല്യൂട്ടൻസും കാര്യങ്ങളും കൊടുക്കുന്നത് വഴി ലേക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും? യൂട്രോഫിക്കേഷനിലോട്ട് എത്തും. അപ്പൊ അതിനെയാണ് നമ്മൾ കൾച്ചറൽ ഓർ ആക്സിലറേറ്റഡ് യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. അത് ആ യൂട്രോഫിക്കേഷൻ ആരാണ് കോസ് ചെയ്യുന്നത്? നമ്മൾ ഹ്യൂമൻസ് ആണ് കോസ് ചെയ്യുന്നത്. ഈ പൊല്യൂട്ടൻസ് ഒക്കെ വരുന്ന സമയത്താണ് ഈ ഒരു യൂട്രോഫിക്കേഷൻ ഉണ്ടാകുന്നത്. കൾച്ചറൽ ഓർ ആക്സിലറേറ്റഡ് യൂട്രോഫിക്കേഷൻ എന്നാണ് ഇതിന് പറയുന്ന പേര്. ഇത്രയാണ് ഈ ഒരു യൂട്രോഫിക്കേഷൻ ഭാഗത്തു നിന്നും നോക്കേണ്ടത്. ഇനി വാട്ടർ പൊല്യൂഷന് ഒരു കേസ് സ്റ്റഡി, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം initiative in the town of Arcata, situated along the northern coast of California, collaborating with biologists from the Humboldt State University, the townspeople created an integrated wastewater treatment process within a natural system. ഇപ്പൊ കാലിഫോർണിയയുടെ അടുത്തായിട്ടുണ്ടായിരുന്ന ഒരു ടൗൺ ആണ് അക്കാർട്ട. അപ്പം അവിടെ ഒരുപാട് ബയോളജിസ്റ്റ് ഒക്കെ കൂടി ചേർന്നിട്ട് ഒരു ഇന്റഗ്രേറ്റഡ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്രോസസ്സ് ആ ഒരു നാച്ചുറൽ സിസ്റ്റത്തിൽ ക്രിയേറ്റ് ചെയ്തു. അതെങ്ങനെയാണെന്ന് നോക്കാം. ദ ക്ലീനിങ് ഒക്കേഴ്സ് ഇൻ 2 stages, 2 സ്റ്റേജിലായിട്ടാണ് അവിടെ ഈ ഒരു വേസ്റ്റ് വാട്ടർ ക്ലീനിങ് ഒക്കെ നടക്കുന്നത്. അപ്പൊ അതെങ്ങനെയാന്ന് നോക്കാം. ഒന്ന് കൺവെൻഷണൽ സെഡിമെന്റേഷൻ, ഫിൽട്ടറിങ്, ക്ലോറിൻ ട്രീറ്റ്മെന്റ്സ് വഴി. അതുപോലെ ആഫ്റ്റർ ദിസ് സ്റ്റേജ് loads of dangerous pollutants like dissolved heavy metals still remain. To combat this, an innovative approach was taken. അപ്പം ഏറ്റവും ഫസ്റ്റ് അവിടെ ചെയ്യുന്നത് ഒരു കൺവെൻഷണൽ മെത്തേഡ് ആണ്. സെഡിമെന്റേഷനും ഫിൽട്ടറിങ്ങും അതുപോലെ ക്ലോറിൻ ട്രീറ്റ്മെന്റ്സ് ഒക്കെയാണ് ഏറ്റവും ഫസ്റ്റ് ചെയ്തത്. രണ്ടാമത് ചെയ്തത്, ഇപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും കുറെ മെറ്റൽ വേസ്റ്റ് ഒക്കെ അവിടെ പിന്നെയും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഈ മെറ്റൽ വേസ്റ്റിനെ കളയാൻ വേണ്ടിയിട്ട് പിന്നീട് നടത്തിയൊരു സ്റ്റെപ്പാണ് ദ ബയോളജിസ്റ്റ് ഡെവലപ്ഡ് എ series of 6 connected marshes over 60 hectares of marshland. അതായത് 6 connected marshes, അവര് 6 മാർഷസിനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു 60 hectares of marshland അവിടെ ഫോം ചെയ്തു. 6 മാർഷസ് ഉണ്ടായിരുന്നു. ആ 6 മാർഷസിനെയും കണക്ട് ചെയ്തുകൊണ്ട് ഒരു 60 hectare അത്രയും നീളമുള്ള ഒരു മാർഷ് ലാൻഡ് അവർ ക്രിയേറ്റ് ചെയ്തെടുത്തു. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് അവർ ചെയ്തത്. Appropriate plants, algae, fungi and bacteria were seeded into this area. എന്നിട്ട് ഈ ഒരു മാർഷ് ലാൻഡിലോട്ട് അവർ ഒരുപാട് ആൽഗെ, ഫംഗി, ബാക്ടീരിയ, പ്ലാന്റ്സിനൊക്കെയും അവിടെ കൊണ്ടുപോയി പിടിപ്പിച്ചു. വിച്ച് ന്യൂട്രലൈസ്, അബ്സോർബ്, അസിമുലേറ്റ് ദ പൊല്യൂട്ടൻസ്. അപ്പം ഇവരെന്ത് ചെയ്തു? ഇവര് അതില് ബാക്കിയുള്ള കൺവെൻഷണൽ മെത്തേഡ് യൂസ് ചെയ്ത് ഒരുപാട് വേസ്റ്റ് ഒക്കെയും അവരെന്ത് ചെയ്തു? ഡീകമ്പോസ് ചെയ്തു എന്നുണ്ടെങ്കിലും പിന്നെയും ഒരുപാട് വേസ്റ്റ് ഉണ്ടായിരുന്നു. അത് ഈ പ്ലാന്റ്സിനെയും ആൽഗേനെയും ഫംഗീനെയും ബാക്ടീരിയനെയൊക്കെയും വെച്ചിട്ട് അവർ ന്യൂട്രലൈസ് ചെയ്യിപ്പിച്ചു. ചിലതൊക്കെ അബ്സോർബ് ചെയ്തു, ചിലതൊക്കെയും അസിമുലേറ്റ് ചെയ്തു. ഓക്കെ, അങ്ങനെയാണ് ഈ മാർഷസിനെ യൂസ് ചെയ്തിട്ട് വാട്ടർ ഫ്ലോസ് ത്രൂ ദ മാർഷസിലൂടെ വാട്ടറിനെ ഫ്ലോ ചെയ്യിപ്പിച്ചുകൊണ്ടാണ് പിന്നീടുള്ള ആ ഒരു പ്യൂരിഫിക്കേഷൻ അവർ നടത്തിയത്.
ഇത് രണ്ട് വഴിയും എന്ന് പറയുന്നത് നേച്ചുറലി നടക്കുന്ന ഒന്നാണ്. അവിടെ അവർ ഒരു കെമിക്കലിനെ ഒന്നിനും യൂസ് ചെയ്തിട്ടില്ല. എല്ലാം മൈക്രോബ്സിനൊക്കെ യൂസ് ചെയ്തിട്ടാണ് അവർ അവിടെ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് നടത്തിയത്. ഓക്കെ, അപ്പം എ സിറ്റിസൺ ഗ്രൂപ്പ് കോൾ ഫ്രണ്ട്സ് ഓഫ് ദ അർക്കാറ്റ മാഷ് ഫോം എന്നാണ് അതിന് പറയുന്നത്, ആർ റെസ്പോൺസിബിൾ ഫോർ ദ അപ്കീപ് ആൻഡ് സേഫ് ഗാർഡിങ് ഓഫ് ദിസ് വണ്ടർഫുൾ പ്രോജക്ട്. അപ്പൊ ഈ പ്രോജക്റ്റിനെ പിന്നീട് നടത്തിക്കൊണ്ട് പോകുന്ന ആൾക്കാർ, ഗ്രൂപ്പ് ഓഫ് സിറ്റീസിന് പറയുന്ന പേരായിരുന്നു ഫ്രണ്ട്സ് ഓഫ് അർക്കാറ്റ മാഷ് ഫോം എന്ന് പറയുന്നത്. ഈ ആർക്കാട്ട എന്ന് പറഞ്ഞിട്ടുള്ള കാലിഫോർണിയയിലുള്ള പ്ലേസിലെ ഒരു വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റിന്റെ പിന്നിലുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് ഇത്. അപ്പം ആ ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ കേസ് സ്റ്റഡി ആണ് വാട്ടർ പൊല്യൂഷന് പറ്റിയിട്ട് ഉള്ളത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ദെൻ ഇപ്പോ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഇപ്പോ സീവേജ് മാത്രമല്ല ഹ്യൂമൻ എക്സ്ക്രീറ്റ എന്ന് പറയുന്നതും ഒരു വേസ്റ്റ് തന്നെയാണ്. ഇപ്പോ ടോയ്ലറ്റ്സ് ഇല്ലാത്ത കാരണം കൊണ്ട് ഒരുപാട് ഇതുപോലുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെയും ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വേസ്റ്റ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇക്കോസാൻ ടോയ്ലറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പദ്ധതി ഉണ്ടായിട്ടുണ്ട്. അത് കേരളയിലും ശ്രീലങ്കയിലാണ് ഈ ഇക്കോസാൻ ടോയ്ലറ്റ്സ് ഉള്ളത്. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. ഇക്കോസാൻ ടോയ്ലറ്റ് എന്നുള്ള ആ ഒരു വേർഡ് ഇമ്പോർട്ടന്റ് ആണ്. എവിടെയൊക്കെ ഉള്ളത്? കേരളയിലും ശ്രീലങ്കയിലും ആണ് ഇക്കോസാൻ എന്ന് പറഞ്ഞിട്ടുള്ള ടോയ്ലറ്റ്സ് ഉള്ളത്. എന്തിന്റെ ബേസിസിലാണ്? വാട്ടർ പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഹ്യൂമൻ എക്സ്ക്രീറ്റൊക്കെയാണ് കൂടുതലും വേസ്റ്റ് ഒക്കെ ആയിട്ട് വരുന്നത്. അപ്പൊ അതിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഈ ഇക്കോസാൻ ടോയ്ലറ്റ്സ് കൊണ്ടുവന്നിട്ടുള്ളത്. കേരളയിലും ശ്രീലങ്കയിലൊക്കെയാണ് കാണുന്നത്. ഇനി അടുത്തത് എന്ന് പറയുന്നത് വേറൊരു വേസ്റ്റ് സെക്ഷൻ ആണ്, സോളിഡ് വേസ്റ്റ്. ഇപ്പം നമ്മൾക്കറിയാം, ഇപ്പൊ നമ്മൾ ട്രാഷസിലൊക്കെ കൊണ്ടുപോയിട്ട് ഇടുന്നത് എല്ലാതും എന്താണ്? സോളിഡ് വേസ്റ്റ് ആണ്. ഓക്കെ, ഇപ്പൊ മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് ഒക്കെ എന്ന് പറയുന്നത് ഇപ്പൊ ഹോമിൽ നിന്നും ഓഫീസിൽ നിന്നും സ്റ്റോറിൽ നിന്നും സ്കൂളിൽ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഇവിടെ നിന്നൊക്കെയും കളക്ട് ചെയ്യുന്നതാണ് ഈ മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ്. ഇവരെന്താണ് ചെയ്യുക? ഇതിനൊക്കെയും ഈ മുനിസിപ്പാലിറ്റിക്കാരെ അടുത്ത് കൊണ്ടുപോയിട്ട് അതിനെ തരം തിരിച്ചിട്ടൊക്കെയാണ് അവർ അതിന്റെ ട്രീറ്റ്മെന്റ്സ് അതിനെ നശിപ്പിച്ച് കളയുന്നത്, ഡീകമ്പോസ് ചെയ്ത് കളയുന്നതൊക്കെ. ഇനി അപ്പം ഇത് മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു അതിനൊക്കെ ബേൺ ചെയ്ത് കളയുന്നതാണ്. ചിലതൊക്കെയും ബേൺ ചെയ്ത് കളയും. അപ്പം അതൊക്കെയും നല്ലതല്ല ഈ ബേൺ ചെയ്ത് കളയുന്നതൊക്കെ. അപ്പൊ ആ സമയത്ത് കൊണ്ടുവന്നിട്ടുള്ള ഒന്നായിരുന്നു സാനിറ്ററി ലാൻഡ് ഫിൽസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ സാനിറ്ററി ലാൻഡ് ഫിൽസ് യൂസ് ചെയ്യുന്നത് വഴി ഇപ്പം ബേൺ ചെയ്ത് കളയുന്നത്, പിന്നെ കൂട്ടി ഈ ഒരു മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത്, അപ്പൊ അതൊക്കെയും ഒഴിവാക്കാനായിട്ട് പറ്റിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ സാനിറ്ററി ലാൻഡ് ഫിൽസ് ആണ് പിന്നീട് യൂസ് ചെയ്ത് വന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ കേരളയില് ഇപ്പം നടന്നു വരുന്ന ഒരു പദ്ധതിയാണ് ഹരിതകർമ്മസേന എന്നുള്ളത്. അപ്പൊ അതും കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്, PSC ബേസ്ഡ് ആയതുകൊണ്ട്. ഇനി നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ സോളിഡ് വേസ്റ്റിൽ ഉള്ള വേറെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് പറയേണ്ട ഒന്നാണ് ഇപ്പൊ പ്ലാസ്റ്റിക് കവേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹോസ്പിറ്റൽസിൽ നിന്നുള്ള ഒരുപാട് ഇപ്പൊ യൂസ്ഡ് ആയിട്ടുള്ള സിറിഞ്ച് അതുപോലുള്ളതൊക്കെ. അതിലും കൂടുതലായിട്ട് വരുന്നത് ഈ ഇലക്ട്രോണിക് വേസ്റ്റുകളാണ്. ഈ വേസ്റ്റിന്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് കുറച്ച് ഡെവലപ്പിംഗ് ആയിട്ടുള്ള കൺട്രിയാണ്. ഡെവലപ്ഡ് കൺട്രീസ് ഒരുപാടുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ ഈ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഒക്കെയും യൂസ് ചെയ്യുന്നത് ഈ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിലാണ്. പക്ഷെ അവരൊന്നും അവരുടെ ഗാഡ്ജറ്റ്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് വേസ്റ്റിൽ നിന്ന് ഡിസ്പോസ് ചെയ്യുന്നില്ല. അത് അവരെ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി കൊടുത്തു വിടുന്നത് നമ്മുടെ ഡെവലപ്പിംഗ് കൺട്രീസിലോട്ടാണ്. അപ്പം ഈ വേസ്റ്റിന്റെ ഒക്കെ പ്രത്യേകത, അത് പെട്ടെന്നൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ ഡിസ്പോസ് ചെയ്ത് കളയാനായിട്ട് പറ്റില്ല. അത് ഡിസ്പോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഏറ്റവും ലോവർ ലെവലിലോട്ട് പോയിട്ട് അതിനെ ബറി ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പം ഈ വേസ്റ്റ് ആർ ബറീഡ് ഇൻ ലാൻഡ് ഫിൽസ് ഓർ ഇൻസിനറേറ്റഡ്. ഒന്നുകിൽ ലാൻഡ് ഫിൽസിലോട്ട് പോയിട്ട് അതിനെ ബറി ചെയ്യുക, അല്ലെങ്കിൽ ഇൻസിനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് രണ്ട് മാർഗങ്ങൾ ഈ വേസ്റ്റിനെ കളയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഇപ്പം ചൈന, ഇന്ത്യ, പാകിസ്ഥാൻ ഇതൊക്കെയാണ് ഡെവലപ്പിംഗ് ആയിട്ടുള്ള കൺട്രീസ്. അപ്പം ഈ അമേരിക്ക പോലുള്ള കൺട്രിയിൽ നിന്നൊക്കെ വരുന്ന ഈ വേസ്റ്റൊക്കെ ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്? ഡിസ്പോസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതാണ് സോളിഡ് വേസ്റ്റിൽ വരുന്ന കുറച്ച് വേസ്റ്റ് മെറ്റീരിയൽസും സാനിറ്ററി ലാൻഡ് ഫിൽസ് അതിലാണ് കൂടുതലും വേസ്റ്റ് ട്രീറ്റ്മെന്റ്സ് നടക്കുന്നത്, സോളിഡ് വേസ്റ്റ് ട്രീറ്റ്മെന്റ്സ് നടക്കുന്നത് എന്നുള്ളതും
വേസ്റ്റ് ആണ് ഏറ്റവും കൂടുതൽ ഒരു വില്ലൻ. അതായത് അതിനെ ഡിസ്പോസ് ചെയ്യാനുള്ള അത്രയും ട്രീറ്റ്മെന്റ്സ് ഒന്നും നമ്മുടെ അടുത്തില്ല. അപ്പൊ അതിനെ ബറി ചെയ്യാന്നുള്ളതാണ് ചെയ്യുന്നത്. അതുപോലെ ഇൻസിനറേറ്റ് ചെയ്യാന്നുള്ളതാണ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെയാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. ഇനി കേസ് സ്റ്റഡി ഓഫ് റെമഡി ഫോർ പ്ലാസ്റ്റിക് വേസ്റ്റ്. അപ്പം പ്ലാസ്റ്റിക് വേസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു സോളിഡ് വേസ്റ്റിൽ വരുന്ന ഒന്നാണ്. അപ്പൊ പ്ലാസ്റ്റിക് നമുക്കറിയാം, ഒരുപാട് പോളിത്തീൻ കവേഴ്സ് ഒക്കെയും ഇപ്പൊ ബാൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇപ്പോഴും ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കത് ഒഴിവാക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പൊ ഈ പ്ലാസ്റ്റിക് ബാഗ്സ് ഒക്കെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സാക്സ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരാളായിരുന്നു അഹമ്മദ് ഖാൻ എന്ന് പറയുന്നത്. അഹമ്മദ് ഖാൻ എന്ത് ചെയ്തു, ഒരുപാട് പ്ലാസ്റ്റിക് വേസ്റ്റ് ഇതുവഴി ഉണ്ടാകുന്നുണ്ട്, അതൊരു പ്രോബ്ലം ആണെന്ന് റിയലൈസ് ചെയ്തു. അപ്പൊ അത് കഴിഞ്ഞപ്പം പോളി ബ്ലെൻഡ്, എ ഫൈൻ പൗഡർ ഓഫ് റീസൈക്കിൾഡ് മോഡിഫൈഡ് പ്ലാസ്റ്റിക്. അതായത് പോളി ബ്ലെൻഡ് എന്ന് പറയുന്നത് ഒരു റീസൈക്കിൾഡ് പോളി ബ്ലെൻഡ് എന്ന് പറയുന്നത് റീസൈക്കിൾഡ് മോഡിഫൈഡ് പ്ലാസ്റ്റിക് ആണ്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ആളുടെ കമ്പനിയിൽ തന്നെയാണ് ഈ പോളി ബ്ലെൻഡ് ഉണ്ടാക്കിയതും. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു മിക്സർ ആണ്. അതായത് അത് ബിറ്റുമൻ ആയിട്ടാണ് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്ത് ഉണ്ടാക്കാൻ പറ്റും, റോഡ് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. റോഡ് ഉണ്ടാക്കുന്ന സമയത്ത് അത് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഈ പ്ലാസ്റ്റിക് കവേഴ്സ് ഈ ബിറ്റുമൻ ആയിട്ട് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരുപാട് പ്ലാസ്റ്റിക് വേസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, റീസൈക്കിൾ ചെയ്യാം എന്ന് ആര് കണ്ടുപിടിച്ചു, അഹമ്മദ് ഖാൻ കണ്ടുപിടിച്ചു. അപ്പം RV കോളേജ് ഓഫ് എഞ്ചിനീയറിംഗും ബാംഗ്ലൂർ സിറ്റി കോർപ്പറേഷനും കൂടിയിട്ട് അഹമ്മദ് ഖാൻ ഇങ്ങനെ ഒരു ടെക്നിക്ക് ഫോം ചെയ്തു. അങ്ങനെ ഒരു റോഡ് എവിടെ ഉണ്ടാക്കി, ബാംഗ്ലൂരിൽ ഉണ്ടാക്കി. അത് കുറച്ച് സക്സസ്ഫുൾ ആയിരുന്നു. അപ്പൊ അത് ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ പ്ലാസ്റ്റിക് വേസ്റ്റിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടുപിടിച്ച ഒന്നായിരുന്നു പോളിത്തീൻ സാക്സ് ഉണ്ടായിരുന്നു. അപ്പൊ അത് എന്തിക്കി, പോളി ബ്ലെൻഡ് എന്നുള്ളതാക്കി. ഈ പോളി ബ്ലെൻഡും ബിറ്റുമനും കൂടിയിട്ട് റോഡ് ഉണ്ടാക്കുന്നുണ്ട്. റീസൈക്ലിങ്ങിന് അപ്പൊ ഇതിന് നമുക്ക് യൂസ് ചെയ്യാം. ഈ പ്ലാസ്റ്റിക് സാക്സ് ഒക്കെ റീസൈക്കിൾ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൂവ് ചെയ്തു. ഓക്കെ, അപ്പം ഇനി നെക്സ്റ്റ് പറയുന്നത് ആഗ്രോ കെമിക്കൽസ് ആൻഡ് ദെയർ എഫക്ട്സ്. ഇപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് വാട്ടർ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, നോയ്സ്, അതുപോലെ തന്നെ സോളിഡ് വേസ്റ്റ്, അതൊക്കെയും പൊല്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. ഇനി അടുത്തെന്ന് പറയുന്നത് ആഗ്രോ കെമിക്കൽസ്. ഇപ്പൊ നമുക്കറിയാം അഗ്രികൾച്ചർ ഫീൽഡിൽ ഈൽഡും അതുപോലെ പ്രൊഡക്ടിവിറ്റിയും കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തതാണ് കെമിക്കൽസ് ഒക്കെ, ഫെർട്ടിലൈസേഴ്സ് പോലെയുള്ള കെമിക്കൽസ് ഒക്കെ. അപ്പം അവിടെ ഈ കെമിക്കൽസ് യൂസ് ചെയ്യുന്നത് വഴി ഒരുപാട് പൊല്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് റിമൂവ് ചെയ്യാൻ പറ്റുക, അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഇതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പം ആഗ്രോ കെമിക്കൽസ് എന്നുള്ളത് എന്തൊക്കെയാണ്, ഹെർബിസൈഡ്സ് ആവാം, ഫംഗിസൈഡ്സ് ആവാം, പെസ്റ്റിസൈഡ്സ് ആവാം, ഫെർട്ടിലൈസേഴ്സ് ആവാം. അതൊക്കെയും നമ്മൾ കെമിക്കൽസ് ആണ് ഒരുവിധം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതും എന്താണ്, എൻവിയോൺമെന്റൽ പൊല്യൂഷന് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതിനെതിരായിട്ട് ഒരാള് ഓർഗാനിക് ഫാമിങ് കൊണ്ടുവന്നു. അതായത് ഓർഗാനിക് ഫാമിങ് ഓൾറെഡി നമ്മുടെ ഇവിടെ ചെയ്തു വന്നുകൊണ്ടിരുന്നതായിരുന്നു. പക്ഷെ ഓർഗാനിക് ഫാമിങ് ചെയ്യുന്നത് വഴി ഈൽഡ് കിട്ടുന്നില്ല എന്നുള്ള ആ ഒരു കംപ്ലൈന്റ് കൊണ്ട് പിന്നീട് തുടങ്ങി വെച്ച ഒന്നാണ് ആഗ്രോ കെമിക്കൽസിന്റെ യൂസ്. അപ്പൊ അതിൽ നിന്ന് ഒരുപാട് പൊല്യൂഷൻ ഉണ്ടാകുന്നുണ്ട് എന്ന് കണ്ടപ്പോഴാണ് വീണ്ടും ഓർഗാനിക് ഫാമിങ്ങിലോട്ട് പോയത്. അപ്പൊ അതിനെ പറ്റിയുള്ള ഒരു കേസ് സ്റ്റഡിയാണ്. അതായത് രമേശ് ചന്ദ്ര ദാഗർ എന്ന് പറഞ്ഞിട്ടുള്ള ഫാമർ സോണിപ്പറ്റിലായിരുന്നു, ഹരിയാനയിലെ സോണിപ്പറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഈ ഒരു ഫാമർ ചെയ്തത്, ഇപ്പം നമുക്കറിയാം ഇന്റഗ്രേറ്റഡ് ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയുന്നത് കുറച്ചും കൂടി നല്ലതാണ്, കെമിക്കൽ ഫാമിങ്ങിനേക്കാളും കുറച്ചും കൂടി നല്ലതാണെന്ന് വീണ്ടും സ്ഥാപിച്ചത് ഈ ഒരു ഫാമർ ആണ്. അപ്പൊ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദർ ഈസ് നോ നീഡ് ടു യൂസ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഫോർ ക്രോപ്സ് ആസ് കാറ്റൽ എക്സ്ക്രീറ്റ ആർ യൂസ്ഡ് ആസ് മാനർ. ഇപ്പൊ കാറ്റൽ എക്സ്ക്രീറ്റ ഒക്കെ അല്ലെങ്കിൽ ഡങ്സ് ഒക്കെയും മാനറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫീൽഡിൽ ഒരിക്കലും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന്റെ ആവശ്യമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ക്രോപ്പ് വേസ്റ്റ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് കമ്പോസ്റ്റ്. അപ്പൊ ക്രോപ്പ് വേസ്റ്റ് ആണ് കമ്പോസ്റ്റ് ആയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുവഴി എന്ത് കിട്ടും, നേച്ചുറൽ ഗ്യാസ് കിട്ടും കുക്കിങ്ങിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ഇന്റഗ്രേറ്റഡ് ഓർഗാനിക് ഫാമിങ് കൊണ്ടുവരണം എന്നുള്ളതാണ് രമേശ് ചന്ദ്ര ഡാഗർ ഉദ്ദേശിച്ചത്. അപ്പൊ ഈ ഇന്റഗ്രേറ്റഡ് ഓർഗാനിക് ഫാമിംഗ് കൊണ്ടുവരുന്നത് വഴി ഒരുപാട് ഡിസീസും പൊല്യൂഷനും ഒക്കെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റുന്നതാണ് പറയുന്നത്. ഇനി ഈ ഇന്റഗ്രേറ്റഡ് ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയുമ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മൾക്ക് ഇപ്പോ
ഡയറി മാനേജ്മെന്റിൽ ഇപ്പം ഡയറി ആ ഒരു പ്രൊഡക്ഷൻ സമയത്ത് ഇപ്പൊ അവിടെ നിന്നുള്ള ഡങ് നമുക്ക് ഫീൽഡിൽ എന്ത് ചെയ്യാം, മാനർ ആയിട്ട് യൂസ് ചെയ്യാം. ഇനി ഫീൽഡിൽ നിന്ന് കിട്ടുന്ന ഗ്രാസസ് ഇപ്പം കൗസിനൊക്കെയും ഫീഡ് ചെയ്യാൻ വേണ്ടി കൊടുക്കാം. ഫോഡർ ഗ്രാസ് എന്തെന്ന് കിട്ടും, ഈ ഫീൽഡ്സ് നിന്ന് കിട്ടും. അപ്പൊ അത് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഗ്രേസ് ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ നിന്നും ഉണ്ടാകുന്ന കുറെ വേസ്റ്റ് ഒക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഇപ്പോൾ ബയോഗ്യാസ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഇതൊക്കെയും എന്താണ്, ഒരു സൈക്കിള് പോലെ നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇന്റഗ്രേറ്റഡ് ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അത് വീണ്ടും കൊണ്ടുവന്ന ഒരാളായിരുന്നു രമേശ് ചന്ദ്ര ഡാഗർ എന്ന് പറയുന്ന ഫാമർ. അപ്പം അദ്ദേഹമാണ് ഈ ആഗ്രോ കെമിക്കൽസ് ഒഴിവാക്കി വീണ്ടും ഇന്റഗ്രേറ്റഡ് ഫാമിങ്ങിലോട്ട് വരണമെന്ന് പറഞ്ഞത്. ഇനി അടുത്ത ഒരു വേസ്റ്റിന്റെ ഒരു ടൈപ്പാണ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇലക്ട്രോണിക് വേസ്റ്റ് ഒക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ ഇലക്ട്രോണിക് വേസ്റ്റ് ഒന്നും ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ ഡിസ്പോസ് ചെയ്യാൻ അത് പോസിബിൾ അല്ല. അപ്പൊ അത് ബറി ചെയ്യാ എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. റേഡിയോ ആക്റ്റീവ് വേസ്റ്റുകൾ ഉണ്ട്, നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. It was realized that the use of nuclear energy has two very serious inherent problems. The first is accidental leakage, as occurred in the 3 Mile Island and Chernobyl incidents, and the second is safe disposal of radioactive waste. അപ്പം ഈ ന്യൂക്ലിയർ എനർജി ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ജനറേഷൻ ആണ് ഇപ്പത്തെ. അപ്പൊ ഈ ന്യൂക്ലിയർ എനർജി ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന രണ്ട് പ്രധാനപ്പെട്ട പ്രോബ്ലംസ് ആണ്. ഒന്ന്, ഈ ന്യൂക്ലിയർ സ്റ്റേഷൻസിലൊക്കെയും ഒരുപാട് ലീക്കേജ് ആക്സിഡൻസ് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതിന് മെയിൻ ആയിട്ട് വരുന്ന രണ്ട് എക്സാമ്പിൾ ആണ്, ഒന്ന് ചെർണോബിൽ ഇൻസിഡന്റും പിന്നെ ഒന്ന് 3 Mile ഐലൻഡും. ഓക്കെ, അപ്പൊ ഈ രണ്ട് ഇൻസിഡൻസും നമുക്ക് യൂഷ്വലി അറിയാവുന്നതാണ്. സെക്കൻഡ് പ്രോബ്ലം എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ഒരിക്കലും നമുക്ക് സേഫ് ഡിസ്പോസൽ നടത്താൻ വേണ്ടി പറ്റില്ല. അത് കുറച്ച് എന്താണ് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്, അത് പോസിബിൾ അല്ല. അപ്പൊ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ചെർണോബിൽ ആ ഒരു ഇൻസിഡന്റിന് ശേഷം ഇപ്പോഴും അവിടെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള കെമിക്കൽസ് കിടക്കുന്നുണ്ട്. അതിൽ നിന്നും ക്യാൻസർ പോലുള്ള അസുഖങ്ങളും മറ്റുള്ളവർക്ക് ഉണ്ടാകുന്നുണ്ട്, നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് അതിനെ ബറി ചെയ്യുക അല്ലെങ്കിൽ അതിനെ ഡിസ്പോസ് ചെയ്യുക എന്നുള്ളത് എളുപ്പമല്ല. ഇനി radiation that is given off by nuclear waste is extremely damaging to organisms because it causes mutations at a very high rate. റേഡിയേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ന്യൂക്ലിയർ വേസ്റ്റിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രോസസ് ആണ് റേഡിയേഷൻ. ഈ റേഡിയേഷൻ ഒരുപാട് ഓർഗാനിസംസിനെ ഡാമേജ് കോസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ക്യാൻസർ പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇതെന്ത് ചെയ്യും, മ്യൂട്ടേഷൻ വരുത്തിയിട്ടാണ് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കുന്നത്. At a high doses, nuclear radiation is lethal, but at lower doses, it creates various disorders, the most frequent of all being cancer. Therefore, nuclear waste is an extremely potent pollutant and has to be dealt with utmost caution. അപ്പൊ ഈ ന്യൂക്ലിയർ വേസ്റ്റ് എന്ന് പറയുന്നത് ക്യാൻസർ പോലുള്ള അസുഖങ്ങളാണ് ഉണ്ടാക്കുന്നത് ഹൈ ഡോസിൽ നമ്മൾക്ക് എക്സ്പോഷർ വരുന്ന സമയത്ത്. ലോ ഡോസിൽ എക്സ്പോഷർ വരുന്ന സമയത്തും ക്യാൻസർ അല്ലെങ്കിലും വേറെയുള്ള ഒരുപാട് ഡിസോർഡേഴ്സ് ഇത് കോസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഈ ന്യൂക്ലിയർ വേസ്റ്റിന്റെ കാര്യം പറയുമ്പോൾ അവിടെ പ്രിക്കോഷൻസ് അല്ലെങ്കിൽ കോഷൻസ് എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അത് ഒക്കെ വേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഡിസ്പോസ് ചെയ്യാന്നുള്ളത് എളുപ്പമല്ല. Okay, it has been recommended that storage of nuclear waste after sufficient pre-treatment should be done in suitably shielded containers buried within the rocks. അപ്പം ഈ വേസ്റ്റിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, ലാൻഡ് ഫീൽഡ്സിൽ ബറി ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പൊ അതുപോലെ തന്നെ ന്യൂക്ലിയർ വേസ്റ്റിന്റെ കാര്യം ഇപ്പൊ പ്രീ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഷീൽഡഡ് കണ്ടെയ്നേഴ്സിലോട്ട് കൊടുക്കാം. ഈ ഷീൽഡഡ് കണ്ടെയ്നേഴ്സിലോട്ട് ബറി ചെയ്തിട്ട് അത് ഷീൽഡഡ് കണ്ടെയ്നറിൽ പൊതിഞ്ഞിട്ട് അതെന്ത് ചെയ്യും, റോക്സിലോട്ട് ബറി ചെയ്യും. അങ്ങനെയാണ് ഈ ന്യൂക്ലിയർ വേസ്റ്റിനൊക്കെ ഡിസ്പോസ് ചെയ്യുന്നത്. അതായത് റോക്ക് എന്ന് പറയുമ്പോൾ ഒരു 500 മീറ്റർ ഡെപ്തിലാണ് എന്ത് ചെയ്യുന്നത്, അതിനെ കൊണ്ടുപോയിട്ട് ബറി ചെയ്യുന്നത്. ഏറ്റവും ഫസ്റ്റ് അതിനെ പ്രീ ട്രീറ്റ്മെന്റ് നടത്തി പിന്നീട് അത് ഷീൽഡഡ് കണ്ടെയ്നേഴ്സിലോട്ട് ആക്കിയിട്ടാണ് ബറി ചെയ്യുന്നത്. ഈ വേസ്റ്റ് ഒന്നും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, അത് പ്രീ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് നേരെ തന്നെ ബറി ചെയ്യാവുന്നതാണ്. പക്ഷെ ന്യൂക്ലിയർ വേസ്റ്റ് എപ്പോഴും ഷീൽഡഡ് കണ്ടെയ്നേഴ്സിലാക്കിയിട്ടാണ് ബറി ചെയ്യുന്നത്. അപ്പൊ ഈ റേഡിയോ ആക്റ്റീവ് വേസ്റ്റിന്റെ ആ ഒരു വേസ്റ്റ് ഡിസ്പോസൽ എന്ന് പറയുന്നത് അത്രയും പോസിബിൾ അല്ല. ഇനി അടുത്തത് പറയുന്നത് രണ്ട് ഫിനോമിനൻസിനെ പറ്റിയിട്ടാണ്. ഒന്ന് ഗ്രീൻ ഹൗസ് എഫക്റ്റും പിന്നൊന്ന് ഗ്ലോബൽ വാർമിംഗ്. The term greenhouse effect
has been derived from a phenomenon that occurs in a greenhouse. അപ്പൊ ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്നുള്ള ആ ഒരു ടേം വന്നത് ഇപ്പൊ ഗ്രീൻ ഹൗസ് എന്ന് പറഞ്ഞിട്ടല്ല, ആ ഒരു ഹൗസിൽ ഉണ്ടാകുന്ന ആ ഒരു ഫിനോമിനോട് റിലേറ്റഡ് ആയിട്ട് ഉള്ള ഒരു കാര്യം ആയതുകൊണ്ടാണ് അതിന് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രീൻ ഹൗസ് എന്ന് പറയുന്നത് ഒരു സ്മോൾ ഗ്ലാസ് ഹൗസ് ആണ്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പൊ പ്ലാന്റ്സിനൊക്കെയും ഗ്രോ ചെയ്യിപ്പിച്ചെടുക്കുന്നതാണ് വിന്റർ ടൈമിൽ. അപ്പൊ ഈ വിന്റർ ടൈമിൽ ആണ് മെയിൻ ആയിട്ട് ഈ ഗ്രീൻ ഹൗസസ് യൂസ് ചെയ്യുന്നത്, ഇപ്പം ചെടികളൊക്കെ നടാൻ വേണ്ടിയിട്ട്. അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗ്ലാസിന്റെ ഉള്ളിലോട്ട് ഈ സൺലൈറ്റ് വരും, ഈ പ്ലാന്റ്സിന് അപ്പൊ ഗ്രോ ചെയ്യാൻ പറ്റും. പക്ഷെ തിരിച്ച് ഈ സൺലൈറ്റിനോട്ട് പോവാൻ പറ്റില്ല. അപ്പൊ അവിടെ എന്ത് ചെയ്യും, ഈ ഗ്രീൻ ഹൗസസിലോ എന്ത് ചെയ്യും, വാംത്ത് അവിടെ തന്നെ നിൽക്കും. അപ്പൊ ആ ഒരു ഇതിനെയാണ്, പ്രോസസ്സിനെയാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഗ്രീൻ ഹൗസില് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഗ്ലോബും എന്ത് ചെയ്യുന്നുണ്ട്, സണ്ണിൽ നിന്നും വന്നിട്ടുള്ള ആ ഒരു വാംത്ത് ഇവിടെ തന്നെ തങ്ങി നിൽക്കുന്നുണ്ട്, പുറത്തോട്ട് പോകാതെ. അപ്പം അങ്ങനെ നമ്മുടെ എർത്ത് ചൂടാവുന്നതിനെ പറയുന്ന ഒരു പേരാണ് ഗ്ലോബൽ വാർമിംഗ്. അതെന്തുകൊണ്ടാണ്, ഈ ഒരു ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് കൊണ്ടാണ് ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാകുന്നത്. അപ്പൊ ഈ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു റീസൺ ആണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. ഓക്കെ, ഒരുപാട് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എമിറ്റ് ചെയ്യുന്നുണ്ട്. മെയിൻ ആയിട്ടും വരുന്നത് കാർബൺ ഡൈ ഓക്സൈഡും മീത്തേനും ഒക്കെയാണ്. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡും മീത്തേനും ഒക്കെയാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്നത്. ഇതാണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ഉണ്ടാക്കുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ എർത്തിനെ ഹീറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് ഗ്ലോബൽ വാർമിങ്ങിനും കാരണമാകുന്നത്. ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് വരുന്ന സമയത്ത് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ഉണ്ടാകും, നമ്മുടെ ഈ ഗ്ലോബ് അത്രയും ചൂടാവും, ഹീറ്റ് ആവും. അപ്പൊ ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രോസസ്സാണ് ഗ്ലോബൽ വാർമിംഗ് എന്നുള്ളത്. ഈ ഗ്ലോബൽ വാർമിംഗ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരുപാട് ഓർഗാനിസംസിന് ഇവിടെ സർവൈവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഒരുപാട് ഓർഗാനിസംസ് എക്സ്റ്റിങ്ക്റ്റ് ആയി പോകുന്നത് വരെ ഉണ്ട്. ഓക്കെ, ദെൻ അടുത്തത് പറയുന്നത് ഓസോൺ ഡിപ്ലീഷനെ പറ്റിയിട്ടാണ്. നമുക്കറിയാം സ്ട്രാറ്റോസ്ഫിയറിൽ കാണുന്ന ആ ഒരു ഹോളിനെ പറയുന്ന പേരാണ് ഈ ഒരു ഓസോൺ ഹോൾ. അതുപോലെ ആ ഒരു പ്രോസസ്സിന് ഓസോൺ ഡിപ്ലീഷൻ എന്നാണ് പറയുന്നത്. ഇപ്പൊ സ്ട്രാറ്റോസ്ഫിയർ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുക, സണ്ണിൽ നിന്നും വരുന്ന ആ ഒരു അൾട്രാ വയലറ്റ് റേഡിയേഷനെ ഷീൽഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അബ്സോർബ് ചെയ്തെടുക്കാൻ കഴിവുള്ള ഒന്നാണ് എന്ത്, സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. പക്ഷെ അതിൽ വരുന്ന ആ ഒരു ഹോള്, ഓസോൺ ഹോള്, ആ ഒരു യുവിനൊന്നും പിടിച്ചു നിർത്തില്ല, നേരെ ഭൂമിയിലോട്ട് വിടും. അപ്പൊ അങ്ങനെ ഒരുപാട് UV കൊണ്ടുള്ള ഒരുപാട് ഡിസോർഡേഴ്സും ക്യാൻസേഴ്സും ഒക്കെയും കോസ് ചെയ്യുന്നുണ്ട്. ഇനി the thickness of ozone in column of air from the ground to top of the atmosphere is measured in terms of Dobson unit. അപ്പൊ ഈ ഓസോൺ എന്നുള്ളത് നമ്മൾ മെഷർ ചെയ്യുന്നത് ഡോബ്സോൺ യൂണിറ്റ്, ആ ഒരു യൂണിറ്റിലാണ് നമ്മൾ മെഷർ ചെയ്യുക. DU എന്നുള്ളതാണ് ഷോർട്ട് ഫോം. എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള ഓസോൺ ഡിപ്ലീഷൻസ് ഉണ്ടാകുന്നത്, ക്ലോറോ ഫ്ലൂറോ കാർബൺസ്, അതും ഇപ്പോൾ റെഫ്രിജറേറ്റേഴ്സ് എന്നുള്ള ക്ലോറോ ഫ്ലൂറോ കാർബൺസ് എമിറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഓസോൺ ഡിപ്ലീഷൻസ് ഒക്കെ ഉണ്ടാകുന്നത്. അപ്പൊ ആ ഒരു ഓസോൺ ഹോൾ എന്നാണ് അതിന് പറയുന്നത്. ദിസ് ഹാസ് ബീൻ റിസൾട്ടഡ് ഇൻ ഫോർമേഷൻ ഓഫ് എ ലാർജ് ഏരിയ ഓഫ് തിൻഡ് ഓസോൺ ലെയർ. അപ്പോൾ ഓസോൺ ലെയർ തിന്നായി പോവും, അപ്പൊ അതിനെ പറയുന്നതാണ് എന്ത്, ഓസോൺ ഹോൾ. അപ്പൊ ഈ ഓസോൺ ഡിപ്ലീഷൻ ഉണ്ടാകുമ്പോൾ അതിന് മെയിൻ ആയിട്ട് ഈ ഓസോൺ ലെയർ മെഷർ ചെയ്യുന്നത് ഡോബ്സൺ യൂണിറ്റിലാണ്. അപ്പം ഈ ഓസോൺ ഡിപ്ലീഷൻ ഉണ്ടാകുമ്പോൾ ഒരുപാട് ഡിസോർഡേഴ്സ്, ക്യാൻസറും പോലെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇനി UV എന്ന് നമ്മൾ പറഞ്ഞു. UV പല ടൈപ്പ് ഉണ്ട്. UVB എന്ന് പറയുന്ന റേഡിയേഷൻ നേരിട്ട് നമ്മുടെ കൊറോണയെ ഇൻഫ്ലാമേഷൻ വരുത്തുന്നതാണ് പറയുന്നത്. അപ്പൊ അവിടെ ഉണ്ടാകുന്ന ഒരു ഡിസീസ് ആണ് സ്നോ ബ്ലൈൻഡ്നെസ്. ഓക്കെ, സ്നോ ബ്ലൈൻഡ്നെസ്, അതുപോലെ കാറ്ററാക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും UVB കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളാണ്. ഇനി അടുത്തത് റെക്കഗ്നൈസിംഗ് the deleterious effects of ozone depletion. An international treaty known as Montreal Protocol was signed at Montreal in 1987 to control the emission of ozone depletion substances. അപ്പൊ ഈ ഓസോൺ ഡിപ്ലീഷൻ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഓസോൺ ഡിപ്ലീഷൻ കുറയ്ക്കണമല്ലോ, അപ്പൊ അതിന് വേണ്ടിയിട്ട് സൈൻ ചെയ്തിട്ടുള്ള, മോൺട്രിയലിൽ എല്ലാവരും കൂടി സൈൻ ചെയ്തിട്ടുള്ള ഒന്നായിരുന്നു മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഈ ഓസോൺ ഡിപ്ലീഷൻ കുറയ്ക്കാൻ, ഈ ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസിന്റെ എമിഷൻ കുറയ്ക്കാൻ എന്നുള്ളതാണ് ഈ ഒരു മോൺട്രിയൽ പ്രോട്ടോകോളിന്റെ എയിം എന്ന് പറയുന്നത്.
അപ്പൊ ഈ CFCsന്റെ എമിഷൻ കുറയ്ക്കാന്നുള്ളതാണ് അവർ അന്ന് എടുത്തിട്ടുണ്ടായിരുന്ന ഒരു തീരുമാനം. അപ്പം അതുവഴി എന്ത് ചെയ്യാൻ പറ്റും? ഓസോൺ ഡിപ്ലീഷൻ കുറച്ചുകൊണ്ട് വരാൻ വേണ്ടി പറ്റും. ഇനി നെക്സ്റ്റ് പറയുന്നത് ഒരുപാട് പൊല്യൂഷനും കാര്യങ്ങളും ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒന്നാണ് ഡിഫോറസ്റ്റേഷൻ. അതുപോലെ ഡിഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു നല്ലൊരു അതായത് ഡിഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത് അതുവഴിയാണ് ഒരുപാട് ഇതുപോലെയുള്ള ഇഷ്യൂസ് ഉണ്ടാകുന്നത്. അപ്പൊ അതിനെതിരായിട്ട് റീഫോറസ്റ്റേഷൻ, അഫോറസ്റ്റേഷൻ അതൊക്കെ ചെയ്യാന്നുള്ളതാണ് നമ്മളുടെ ഉത്തരവാദിത്തമായിട്ട് പറയുന്നത്. ഓക്കെ, ദെൻ ഇപ്പോ ഡിഫോറസ്റ്റേഷൻ ഒക്കെ വന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്പൊ ഡിഫോറസ്റ്റേഷൻ എതിരായിട്ട് ചെയ്യേണ്ട ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ലേഡി ആണ് അമൃത ദേവി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് അവർ ചെയ്തതെന്ന് നോക്കാം. കേസ് സ്റ്റഡി ഓഫ് പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ ഇൻ കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ്. People's participation has a long history in India. In 1731, the king of Jodhpur in Rajasthan asked one of his ministers to arrange wood for constructing a new palace. ഒരു പുതിയ പാലസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജോധ്പൂർ കിങ് പറഞ്ഞു അവരുടെ മിനിസ്റ്റേഴ്സിനോട് വുഡ് ഒക്കെ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു, ന്യൂ പാലസ് പണിയാൻ വേണ്ടിയിട്ട് 1731. അപ്പൊ ആ സമയത്ത് ഇവരെന്ത് ചെയ്തു? കാട്ടിലോട്ട് പോയിട്ട് മരങ്ങൾ വെട്ടാൻ വേണ്ടി നോക്കി. പക്ഷെ എന്തുണ്ടായി? ആ ഒരു കാട് എന്ന് പറയുന്നത് അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ട്രൈബ്സ് ഈ ബിഷ്ണോയിസ് ആ ഒരു വർഗത്തിൽപ്പെട്ട ട്രൈബ്സ് ആയിരുന്നു ആ കാട്ടിൽ ഉണ്ടായിരുന്നത്. ബിഷ്ണോയിസ് ഈ ട്രീസിനെ കട്ട് ചെയ്യുന്നതിൽ നിന്നും അവര് റിലക്റ്റൻസ് കാണിച്ചു. അപ്പം ഈ ട്രീസിനൊക്കെയും അവരെന്ത് ചെയ്തു? ഹഗ് ചെയ്തുകൊണ്ട് നിൽക്കാണ്. അവരെന്നെ വെട്ടിയിട്ട് മാത്രമാണ് ആ ട്രീനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള രീതിക്ക്. അപ്പൊ ഒരു ബിഷ്ണോയി ആയിരുന്നു അമൃത ദേവി എന്ന് പറയുന്ന വിമൻ. അപ്പം അവരെന്ത് ചെയ്തു? ഈ ട്രീനെ ഹഗ് ചെയ്തുകൊണ്ട് നിന്നു. അതായത് ആളെ വെട്ടി മാറ്റിയാൽ മാത്രമാണ് ആ ഒരു ട്രീനെ വെട്ടാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ള രീതിക്ക്. അപ്പൊ ഈ കിങ്സ്മാൻ എന്ത് ചെയ്തു? ആ ഒരു ട്രീനെ ആ ഒരു വിമനോട് കൂടി കട്ട് ചെയ്ത് കളയാണ് ചെയ്തത്. അപ്പൊ ആ ഒരു ഇൻസ്പിറേഷനിലെ ബാക്കിയുള്ള ഒരുപാട് ബിഷ്ണോയിസും ഈ ഒരു അമൃത ദേവിനെ ഫോളോ ചെയ്തു. അവിടെ ഒരുപാട് കൊലകൾ നടന്നു ഈ ഒരു വുഡ് അവർക്ക് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അവിടെ ഉണ്ടായ ഒരു ഇൻസ്പയറിംഗ് ലേഡി, അതായത് ഇപ്പൊ ഫോറസ്റ്റിനെ നശിപ്പിക്കുന്ന ആ ഒരു ഇതിനെതിരായിട്ട് നിന്ന ഒരു ഇൻസ്പയറിംഗ് ലേഡിയാണ് അമൃത ദേവി എന്ന് പറയുന്നത്. അപ്പൊ ആളൊരു ബിഷ്ണോയി ആയിരുന്നു. ട്രീസിനെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതായിരുന്നു ആളുടെ മെയിൻ ആയിട്ടുള്ള ഒരു ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പം എപ്പോഴും നമ്മൾ അമൃത ദേവിയുടെ പേരൊക്കെ കേൾക്കുന്നുണ്ടാവും, പക്ഷെ എന്തിനോട് റിലേറ്റഡ് ആയിട്ടുള്ളതാണെന്ന് നമുക്ക് അറിയുണ്ടാവില്ല. അപ്പൊ റിലേറ്റ് ചെയ്തിരിക്കുന്നത് ട്രീസിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള രീതിക്കാണ്. ഇനി അപ്പം ട്രീസിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇങ്ങനെ ധൈര്യം കാണിക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു അവാർഡാണ് അമൃത ദേവി ബിഷ്ണോയി വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ അവാർഡ്. ഇതുപോലുള്ള റൂറൽ ഏരിയാസിലെ ഇതുപോലുള്ള വൈൽഡ് ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്യാൻ കറേജ് കാണിക്കുന്ന, എക്സ്ട്രാ ഓർഡിനറി കറേജ് കാണിക്കുന്നവർക്ക് കൊടുക്കുന്നതാണ് ഈ അമൃത ദേവി ബിഷ്ണോയി വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ അവാർഡ് എന്ന് പറയുന്നത്. ഇനി യു മേ ഹെഡ് ഓഫ് ചിപ്കോ മൂവ്മെന്റ് ഓഫ് ഗർവാൾ ഹിമാലയാസ്. In 1974, local women showed enormous bravery in protecting trees from acts of contractors by hugging them. ഇത് ഈ സെയിം സംഭവം തന്നെ ചിപ്കോ മൂവ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഗർവാൾ ഹിമാലയാസിൽ നടന്നിട്ടുണ്ട് 1974. അവിടെയും ഇതുപോലെ വിമൻസ് ആണ് മുമ്പോട്ട് വന്നത്. അവരിങ്ങനെ ട്രീനെ ഹഗ് ചെയ്തുകൊണ്ട് രക്ഷിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ചിപ്കോ മൂവ്മെന്റും ഇതുപോലെ ട്രീസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് അതിനെ റിലേറ്റ് ചെയ്ത് വരുന്ന ഒന്നാണ്. പിന്നെ ഒന്നുള്ളത് ജോയിന്റ് ഫോറസ്റ്റ് മാനേജ്മെന്റ് JFM 1980s ഇൻട്രൊഡ്യൂസ് ചെയ്ത ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു കോൺസെപ്റ്റ് ആണ് ജോയിന്റ് ഫോറസ്റ്റ് മാനേജ്മെന്റ് JFM. സോ ആസ് ടു വർക്ക് ക്ലോസ്ലി വിത്ത് ദ ലോക്കൽ കമ്മ്യൂണിറ്റീസ് ഫോർ പ്രൊട്ടക്ടിങ് ആൻഡ് മാനേജിങ് ഫോറസ്റ്റ്. ഫോറസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് ഗവൺമെന്റ് നേരിട്ട് ചെയ്യാൻ പറ്റില്ല. അവിടുത്തെ കമ്മ്യൂണിറ്റി ആയിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്ത് ഫോറസ്റ്റിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ വന്നിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആയിരുന്നു ജോയിന്റ് ഫോറസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതില് ഇങ്ങനെ ഫോറസ്റ്റിന്റെ പ്രോഡക്ട്സ് ഒരുപാട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് അവാർഡ്സ്, അതുപോലെ ഇങ്ങനെ പൊല്യൂഷന് എതിരെയുള്ള ഒരുപാട് ആക്ട്സ്, ഇതൊക്കെയാണ് ഈ പൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കേണ്ടതാണ് ഇതില്
മെയിൻ ആയിട്ടും പറയുന്നുള്ളൂ. ഇപ്പം ഈ ഓസോൺ ഡിപ്ലീഷൻ, ഗ്രീൻ ഹൗസ് എഫക്ട്, ഗ്ലോബൽ വാർമിംഗ്, അതൊക്കെയാണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻറ്റ്. പിന്നെ യൂട്രോഫിക്കേഷൻ, ബയോമാഗ്നിഫിക്കേഷൻ, പിന്നെ അതുപോലെ ഇപ്പോൾ വാട്ടർ പൊല്യൂഷനൊക്കെയും പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എയർ പൊല്യൂഷനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്ട് വന്നിട്ടുണ്ട്. പിന്നെ ആൽഗൽ ബ്ലൂമിനെ പറ്റി നമ്മൾ പറഞ്ഞു. അതുപോലെ വാട്ടർ ഹയാസിൻ, ഇതൊക്കെ എന്താണ് ഒരുപാട് ആ ഒരു വാട്ടർ ബോഡീനെ നശിപ്പിച്ച് കളയുന്നതാണ്. അപ്പൊ അതൊക്കെയും പിന്നെ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, പിന്നെ അതുപോലെ തന്നെ ഒരു ആക്ട് ആയിരുന്നു വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1974. അങ്ങനെയുള്ള ആക്ട് ഒക്കെയാണ് മെയിൻ ആയിട്ടും ഇതിൽ ഫോക്കസ് ചെയ്യേണ്ടത്. പിന്നെ എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട്, പിന്നെ അതുപോലെ നോയ്സ് ഒരു എയർ പൊല്യൂഷൻ കോസ് ചെയ്യുന്ന ഒന്നാണ്. പിന്നെ എയർ പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടി ഡൽഹിയിൽ കൊണ്ടുവന്നിട്ടുള്ള ഒന്നായിരുന്നു ഡീസലിന് പകരം CNGs യൂസ് ചെയ്യാന്നുള്ളത്. പിന്നെ ഇത്രയൊക്കെയാണ് ഇതിൽ മെയിൻ ആയിട്ടും ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ടായിരുന്നു 1986 കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ പൊല്യൂട്ടൻസ് എന്നുള്ള ആ ഒരു ടേം ആണ് പൊല്യൂഷൻ കോസ് ചെയ്യുന്ന ഏജൻസിന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഇതൊക്കെയും നോക്കി വെക്കാം. ഓക്കെ, താങ്ക് യു.